ഞാൻ ഈ പറയുന്ന വയലിനും നിങ്ങൾ ഈ കേൾക്കുന്ന വയലിനും മറ്റേത് കർമ്മങ്ങൾക്കും ഇഖ്ലാസ് ഈമാൻ ഇല്ലെങ്കിൽ ഇത് വെറുതെ, ഇതിനും കൂലിയും ഉണ്ടാവുകയല്ല, ഇത് അള്ളാഹിൻ്റെ അടുക്ക പ്രതിഫലവും കിട്ടാൻ. ഇഖ്ലാസ് മസ്റ്റ്, അള്ളാഹ്ക്ക് വേണ്ടി എന്ന നെയ്യത്തിൽ തന്നെ വേണം. അതേ സമയത്ത് ഇഖ്ലാസും ഒന്നും നോക്കാതെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരേ ഒരു അമല് മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്താണ്. അപ്പൊ അത് കണ്ണ് ചിമ്മിറ്റ് നല്ലോണം ചൊല്ലിക്കൊള്ളണം, കണ്ണ് ചിമ്മിറ്റ് ധാരാളം വർദ്ധിപ്പിച്ചോളണം. സറൈത മിൻ ഹറാമിൻ ലൈലൻ ഇലാ ഹറാമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി മൗലായ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏറെ ആദരണീയരും ബഹുമാന്യരും നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ്, നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ആദരണീയനായ ബഹുമാനപ്പെട്ട CK യൂസുഫ് ഹാജി സാഹിബ് ഹ്രസ്വമാണെങ്കിലും പ്രൗഢമായ അർത്ഥഗർഭമായ സാരോപദേശം നൽകി ഈ ആത്മീയ സംഗമം ആധികാരികമായി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറെ ആദരണീയരും വേണ്ടപ്പെട്ടവരും പിരിശപ്പെട്ടവരുമായിട്ടുള്ള നമ്മുടെ മഹല്ലത്തിൻ്റെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് ഇസ്ഹാഖ് മിസ്ബാഹി ഈശ്വരമംഗലം, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം പറഞ്ഞ അഭിവന്യ സുഹൃത്ത് നമ്മുടെ പെരുന്നാപറമ്പ് മസ്ജിദിൻ്റെ ആദരണീയനായ ഇമാം ബഹുമാനപ്പെട്ട ഉസ്താദ് തൻവീർ അമാനി, നമ്മുടെ ഈ വേദിയിലെ ഇന്നത്തെ ഈ ധന്യ സാന്നിധ്യം നമ്മുടെ ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ കാര്യദർശി പ്രിയപ്പെട്ട അമീർ അലി സാഹിബ്, വൈസ് പ്രസിഡന്റ് ഷാഫി പെരുന്നാപറമ്പ്, അതുപോലെ തന്നെ സ്ഥലം മദ്രസ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അൻസാർ അങ്കടിമുഖർ, നമ്മുടെ സ്ഥലം മദ്രസ ട്രഷറർ ബഷീർ PA, ഈ പരിപാടിയിലേക്ക് എന്നെ സ്നേഹപുരസരം ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട സിദ്ദീഖ് അങ്കടിമുഖർ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബ് തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമല്ലായി കബൂല് ചെയ്യട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു കബൂല് ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും പ്രത്യേകിച്ച് നാളെ ആഖിറത്തിലും നമുക്കെല്ലാവർക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, നമ്മുടെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവരുണ്ട്, നമ്മുടെ ഉമ്മ ബാപ്പമാരുണ്ട്. വിശിഷ്യ നമ്മുടെ നാടിന്, ഈ അങ്കടിമുഖർ എന്ന പൗരാണികമായ ചരിത്രപ്രസിദ്ധമായ ഈ നാടിന് നീണ്ട 5 പതിറ്റാണ്ടുകാലം 50 വർഷത്തിലേറെ എല്ലാം കൊണ്ടും ആത്മീയ വെളിച്ചം നൽകി, ആത്മീയ നേതൃത്വം നൽകിയ ഈ മലയാളക്കര കണ്ട പ്രഗത്ഭരായ പണ്ഡിതരിൽ വരാൽ മഹാനരായ ഷേഖുന മർഹൂം അസീസ് ഉസ്താദ്, അല്ലാഹു തആല അവരുടെ ഹളറത്തിലേക്ക് ഇതിൻ്റെ മിഥില തവാബ് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളൊന്ന് മരണപ്പെട്ടു പോയവരോട് പ്രത്യേകിച്ചും ഒരുപാട് ആൾക്കാരുണ്ട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരൊക്കെ. ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സാമ്പത്തികമായി ശാരീരികമായിട്ടൊക്കെ നല്ലോണം വേണ്ടതൊക്കെയും ചെയ്തവർ, നാട്ടുകാർ, മറുനാട്ടുകാർ, പ്രത്യേകിച്ച് ഞങ്ങളെ പ്രവാസി സഹോദരങ്ങൾ, ഗൾഫുകാർ, വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകി ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന മുന്യരായ മിസ്ബാഹി ഉസ്താദിനെ പോലെയുള്ള ഞങ്ങളുടെ ദീനിന്റെ ഹാദിമീങ്ങളായ വലിയവരായ ആലിമീങ്ങൾ, പ്രത്യേകിച്ച് ഈ വിനീതനടക്കമുള്ള മറ്റു ഉസ്താദുമാർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം ഇന്ന് തന്ന പ്രിയപ്പെട്ട നമ്മുടെ മഹമ്മൂദ് സാഹിബി SK, അദ്ദേഹത്തിന്റെ വീട്ടുകാർ, അവർക്കൊക്കെയും അല്ലാഹു 2 ലോകത്തും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെയും ഇതേപോലെ സ്റ്റാർട്ടിങ്ങിലെ വേഗം വന്നിട്ട് നിങ്ങളെല്ലാം കൂടിയെങ്കിൽ വേഗം തീർക്കാനും കഴിയും. അതൊരു ചന്ത. പിന്നെ ഈ സദസ്സിലെ ആളെ കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഉള്ള ചെറിയ ചെറിയ പൈതങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിയും വേണ്ട. അവരുടെ ദൂരം അവിടെ നിന്നിട്ട് മുണ്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അപ്പുറം അവിടെ നിന്നോട്ട് വലിയ വിഷയമല്ല. പിന്നെ അവർ ഉണ്ടെങ്കിൽ വളരെ ഹൈറ്. കാരണം ആമീൻ ഒരിക്കലും തള്ളപ്പെടാത്ത കൈകളാണ് ആ പിഞ്ചു പൈതങ്ങളെ കൈകൾ. അപ്പോൾ അവർ നല്ല അതപോടെ അച്ചടക്കത്തോടെ നിങ്ങൾ മട്ടം പോലെ നിയന്ത്രിച്ചിട്ട് ഇരുത്തുന്നെങ്കിൽ അത് തന്നെയാണ് ഹൈറ്. അല്ലാതെ പിന്നെ കിടാവിനെ കൊണ്ടുവന്നിട്ട് ഉറച്ചിട്ട് ഇപ്പോൾ ഹാള് ഫുള്ളാക്കണമെന്നില്ലല്ലേ. അല്ലാണ്ട് ഈ ഹാള് ഫുള്ളായവർക്കല്ല ഈ വയല്. ഇത് കുറച്ചൊക്കെ പക്വതയും ദീനിന്റെ നയനിലപാടുകൾ പഠിക്കൽ കടമപ്പെട്ടവരും ബാധ്യസ്ഥരുമായിട്ടുള്ള വലിയവർക്കാണ്. അല്ലാഹു തആല ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിലായി, അതിന്റെ പ്രവർത്തനങ്ങളിലായി, ഇൽമുൻ നാഫി പഠിക്കുന്നവരിലായി, അത് പഠിപ്പിക്കുന്നവരിലായി, അത് കേൾക്കുന്നവരിലായി, അത് കേൾപ്പിക്കുന്നവരിലായി അല്ലാഹു തആല ഞങ്ങളെ ജീവിപ്പിച്ച് മരിപ്പിക്കട്ടെ. ഞാൻ ആമുഖം നീട്ടുന്നില്ല. വിശാലമായ അതും വളരെ പ്രാമാണികമായ വലിയ വലിയ ആലിമീങ്ങളൊക്കെ അവർ പറയേണ്ട ഒരു വിഷയമാണ്.
ഇവിടെ ഒരു വിഷയം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇൻഷാ അല്ലാഹ് വിഷയസംബന്ധമായി തന്നെ അതിൽ ഊണി നിന്നുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി അല്ലാഹു ഞങ്ങളെ മരിപ്പിക്കട്ടെ. മഹാന്മാരോടുള്ള മഹബത്തിലും അവരോടുള്ള സുഹബത്തിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ഞങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ. ആ ഇരുന്ന കിടാക്കൾ എണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിടണ്ട. അവലെ എല്ലാവരും ജോറാക്കിയും വേണ്ട, അവരവരെ കിടാക്കളെ അവരവർ ജോറാക്കിയെങ്കിലേ. ഇനി എല്ലാവരും ജോറാക്കുന്നെങ്കിൽ നാളെ അതും ഒരു പ്രശ്നം. ഹലോ സാർ, എൻ്റെ കിടാനെ ജോറാക്കാൻ നീ ആയിരുന്നു. ആ ബുദ്ധി ചെല്ലുന്ന കാലെല്ലാം പോയിനിപ്പോൾ. ഇപ്പം ആർക്കും ബുദ്ധിയെല്ലാം കാല. ഇപ്പം ഈ ആക്സിഡൻ്റ് ആയിട്ട് വീണിട്ട് മരണത്തോട് മല്ലിട്ട് ചോര വാർന്ന് കഴിയുന്ന മനുഷ്യനെ ഏറ്റിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത് കൊണ്ടുപോയി പിന്നെ ചെയ്യില്ല. ഹലോ സാർ, പിന്നെ ഓനോടാണ് എല്ലാ ചോദ്യവും. അപ്പൊ ഈ മനുഷ്യന്മാർ അളക്കിട്ടേ പോയിരുന്നു, കണ്ടിട്ടും കാണാത്ത പോലെ ആക്കിയിട്ട്. ഇപ്പൊ കാലം അങ്ങനെയാണ്. കാലം അങ്ങനല്ല, മനുഷ്യന്മാർ അങ്ങനെ. കാലത്തിനെന്ത് പ്രശ്നമില്ല. ഞമ്മ പണ്ണിയും കാലം മാറി കോലം മാറി നിങ്ങൾ ചൊല്ലിക്കൊള്ളേ. ഞമ്മളാണ് ആകെ മാറിയതും നാറിയതും. കാലത്തിന് ഒരു പ്രശ്നവുമില്ല. ഞമ്മ വെറുതെ കാലത്തെ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങൾക്കാണ് എല്ലാ പ്രശ്നങ്ങളും, എല്ലാ മൈനസും എല്ലാം ഉള്ള നമ്മളില്. കാലത്തിൻ്റെതല്ല, കാലം കറക്റ്റ് ഉണ്ട്. അന്നെങ്ങനെയുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് എങ്ങനെയുണ്ട്, ഈസാ നബിന്റെ കാലത്ത് എങ്ങനെയുണ്ട്, അതേപോലെ ഇപ്പോഴെന്തോ പ്രശ്നമില്ല. ഇപ്പോഴത്തെ മനുഷ്യന്മാർ കുറച്ചല്ല അപ്പുറപ്പുറമായിട്ടാകുമ്പോൾ പിന്നെ മനുഷ്യന്മാർ എന്താക്കുന്നത്, പിന്നെ വന്നിട്ട് തലക്കിട്ടോന്ന് അത്ര. അത് പൊതുവെ മനുഷ്യന്റെ സ്വഭാവമല്ലേ. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ, പരിശുദ്ധമായ റജബ് മാസത്തിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മുബാറക്കായ ഇൽമിന്റെ മജ്ലിസിൽ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാൻ സാധിച്ചു എന്നത് വലിയൊരു തൗഫീഖാണ്. അല്ലാഹു തആല ഈ തൗഫീഖ് നമുക്ക് എന്നും ഇഖ്ലാസോടുകൂടി നിലനിർത്തി തരട്ടെ. ഉമ്മമാരെ ഭാഗത്ത്, സഹോദരിമാരെ ഭാഗത്ത് കിടാക്ക കുഞ്ഞുങ്ങളെ സൗണ്ടെല്ലാം ഒന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങളെ കിടാക്കളെ കുറച്ച് മെല്ലെ മുണ്ടാൻ ചെല്ലെങ്കിൽ നിങ്ങൾക്ക് ഈടെ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കും. ഒന്ന്. രണ്ടാമത്, ഈ ബോക്സിന്റെ ഈ സൗണ്ടിന്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല അല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാനോട് ഇപ്പം തന്നെ ചെല്ലിട്ട് കടത്തിയിടണം. കാരണം ഇവിടെ ഓപ്പറേറ്റർ നേരത്തെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചത്. അല്ലാണ്ട് ഞങ്ങളെ ഓപ്പറേറ്റർ അൽഹംദുലില്ലാ ഞങ്ങൾക്കറിയുന്ന നല്ലൊരു പ്രഗത്ഭനായ ഈ വിഷയത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓപ്പറേറ്ററാണ്. ഞങ്ങൾക്കൊക്കെ ഏറെ വിരിശപ്പെട്ടവരുമാണ്. എനിക്ക് അയാളെ പേരറിയില്ലെങ്കിലും കാണുന്ന കൊലകാലം മുഹമ്മദ് റഫീഖ് സാഹിബ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു രണ്ട് ലോകത്തും സന്തോഷം പ്രദാനം ചെയ്യും. അദ്ദേഹത്തിന്റെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പിന്നെ ഞങ്ങളെ ലൈവിന്റെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരെല്ലാം അല്ലാഹു തആല എല്ലാ ഖൈറ് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. അപ്പൊ അവരൊക്കെ നേരത്തെ സെറ്റാക്കിയിട്ട് വെച്ചതാണത്. അപ്പൊ അതിന്റെ ഇടയിൽ ഏടെങ്കിലും പുള്ളന്മാർ പായുമ്പോ, കുഞ്ഞുങ്ങൾ പായുമ്പോ ചിലപ്പോൾ അതിന്റെ കേബിൾ ഊരിനാ തട്ടീനാ ഇല്ലേ എന്തോ അവർക്കറിയാല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സൗണ്ടിന് കുറവുണ്ട്, പറയുന്നത് ക്ലിയർ ആകുന്നില്ല എന്നാണെങ്കിൽ ഇപ്പന്നെ ചെല്ലാം. ഞാൻ ചെല്ലാൻ കാരണം എന്താ പറഞ്ഞാൽ, കുറച്ച് ആൾക്ക് മുമ്പ് ഒരിടത്ത് വേദന പോയി. അപ്പോ വയലെല്ലാം 2 മണിക്കൂർ കഴിഞ്ഞ് അതിന്റെ മുന്നേ സ്വാഗതം ഉണ്ടായിനി, ഉദ്ഘാടനം ഉണ്ടായിനി, എല്ലാം ഉണ്ടായിനി, എന്റേതും ഉണ്ടായിന് 2 മണിക്കൂർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി ദ്വാരക്കുമ്പോ ബക്കറ്റ് പോകുന്നല്ലേ. ബക്കറ്റ് പോകുമ്പോ പെണ്ണുങ്ങളെ ഭാഗത്ത് 5 പൈസ കൊടുക്കില്ല. സംഗതി എന്ത്, ഓർക്ക് വേല കേട്ടിട്ടില്ല. ബക്കറ്റിലേക്ക് പൈസ ഇടണമെന്ന് ചൊല്ലിയതും ഓർക്ക് കേട്ടില്ല. കാരണം അവിടുത്തെ സൗണ്ടേ ശരിയില്ല. നോക്കുമ്പോ കലക്ഷനേ കൊടുത്തില്ല. ഊരിയതാ അല്ല ഊരിച്ചതാന്നറിയാം. അവർക്കിപ്പോ ആണുങ്ങളെ പോലെ എണിച്ചതിന് ചെല്ലാനാണ് അഭയം. ഇവിടെ സൗണ്ട് ഇല്ല, ഊറ്റിലാലി. അപ്പൊ ആ കിടാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പതിപ്പന്നല്ലേ ശരിയാക്കണം. ഇടക്കിടക്ക് എണിച്ചോണ്ട് പോകുന്നത്, ഇടക്കിടക്ക് വന്നിട്ട് ഇരിക്കുന്നത്, അങ്ങനല്ലേ ഇരിക്കേണ്ട മജ്ലിസല്ല. ഇതിനൊരു ബഹുമാനമുണ്ട്, ഇതിനോടൊരു അദബുണ്ട്, ഇതിനോട് വലിയൊരു റെസ്പെക്ട് വേണം. ഇത് ദീനിന്റെ ചിഹ്നങ്ങളാണ്. ഇത് പരിശുദ്ധമായ ദീനിന്റെ ഷിആറാണ്, പരിശുദ്ധമായ ദീനിന്റെ അടയാളങ്ങളാണ്. ആ ദീനിന്റെ അടയാളങ്ങളോട് നല്ല ബഹുമാനം വേണം. തോന്നിയതുപോലെ വരാനും ഇരിക്കാനും ഓടാനുമുള്ള ഇടമല്ല. ആദരിക്കപ്പെടേണ്ടതിനോട് നല്ല ആദരവ് വേണം, ബഹുമാനിക്കപ്പെടേണ്ടതിനോട് നല്ല ബഹുമാനം വേണം, റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതിനോട് നല്ല റെസ്പെക്ട് കാണിക്കണം. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസുകളോട്, ഇതുപോലെയുള്ള മഹാന്മാരായ ആലിമീങ്ങളോട്, പ്രായമുള്ളവരോട്, നേതാക്കളോട്, വയസ്സന്മാരോട്, അള്ളാന്റെ പള്ളികളോട്, മദ്രസകളോട്, തങ്ങന്മാരോട്, ആലിമീങ്ങളോട്, മുത്തഅല്ലിമീങ്ങളോട്, ജന്മം നൽകിയ ഉമ്മയോട്, ബാപ്പയോട്, കെട്ടിപ്പോറ്റി വളർത്തുന്ന ഭർത്താവിനോട്, എല്ലാവരോടും നല്ല അദബ് വേണം, ബഹുമാനം വേണം. ബഹുമാനം എന്നതാണ് ഈമാനിന്റെ കാമ്പ്.
ബഹുമാനം ആദരവ് എന്നതാണ് ഈമാനിന്റെ കാതല്. അതില്ല എന്ന് കണ്ടെങ്കിൽ പിന്നെ നിസ്കരിച്ചിട്ടും നോമ്പ് നോക്കിയിട്ടും വയല് പറഞ്ഞിട്ടും വയല് കേട്ടിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ മാ വസല മൻ വസല ഇല്ലാ ബിൽ ഹുർമാ. കിട്ടേണ്ടവർക്ക് അല്ലാഹുവിൽ നിന്നിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും, എത്തേണ്ടവർ അല്ലാഹുവിലേക്ക് എത്തേണ്ട ക്രമത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലാ ബിൽ ഹുർമാ, അത് ബഹുമാനമുള്ളത് കൊണ്ട് മാത്രമാണ്. എന്തുമുണ്ടാൻ കഴിയ നല്ലോണം കേൾക്കണം. അവിടെ എൻ്റെ കിട ഉണ്ടാവില്ല, എൻ്റെ കിട എൻ്റെ ലിയൊന്നും നിങ്ങൾ ബേജാറാക്കി വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് വരുന്നതിൽ ടൂവാനെയും കൂട്ടി പോയി. നമ്മളെ ഡ്രൈവർ കുറച്ച് ബിസിയായി അങ്ങനെ. അപ്പോൾ ഓർ കിടാക്കി ചെറുത് അപ്പുറം സാരമില്ല, മുണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല, ഗടിപിടിയില്ല. എന്നാലും അപ്പുറപ്പുറം വലിയ വലിയ ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ മുണ്ടിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. ഞങ്ങളെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. മക്കളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കട്ടെ. ഞാൻ ബഹുമാനം എന്നത് നല്ലോണം പോണം. ഇപ്പം അത് പോയി. പണ്ടുള്ള മനുഷ്യന്മാർ ബഹുമാനം എന്നതായിരുന്നു അവരെ എല്ലാം. വേറെന്തും ഇല്ലെങ്കിലും ബഹുമാനത്തിന്റെ വിഷയത്തിൽ പള്ളിയുടെ ആയെങ്കിലും മദ്രസകളോട് ഇങ്ങനത്തെ ആലിമീങ്ങളോടെല്ലാം വലിയ ഇപ്പം അതെല്ലാം പോയി. ഇപ്പം പഠിപ്പിച്ച ഉസ്താദാരെന്ന് കേട്ടെങ്കിൽ ഓൻ അറിയുന്നില്ല. ഉമ്മാന്റെ കബറേടെന്ന് കേട്ടെങ്കിൽ ഓൻ പുല്ല് തേടിക്കൊണ്ട് പോന്നു ഖബർസ്ഥാനിൽ. 3 മാസം മുന്നേ മരിച്ചിട്ട് കിടന്ന ഉമ്മാന്റെ കബറേടെന്ന് അറിയുന്നില്ല. പിന്നെ പള്ളിന്റെ ബാക്കി വെള്ളിയാഴ്ച ബന്ധങ്ങായി. അതും കബഡിയ ടൂർണമെന്റ് ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഇല്ല. ഞാൻ ഈടുത്ത വിഷയം ചെല്ലല്ലേ, നിങ്ങൾ ചൂടായിരുന്നതിന് വയ്യ. ഇയാൾക്ക് ഇത് അധിക പ്രസംഗം തന്നെയാണ്. ഈടുത്ത വിഷയമല്ല, ഈടെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്കറിയും. കാരണം ഇവിടെ വലിയ വലിയ ആലിമീങ്ങൾ നേതൃത്വം നൽകുന്ന നാട്, നൽകിയ നാട്, ചരിത്ര പ്രസിദ്ധമായ നാട്. കേരളത്തിന്റെ ചരിത്രത്തില്, മലയാളക്കര ചരിത്രത്തില് അങ്കടി മുഖർ പരാമർശിക്കപ്പെടാത്ത ഒരു പേജുകളും കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നലകളിലായാലും പൂർവകാലത്തായാലും ഈ നാടിന് വലിയവരായ നേതൃത്വം നൽകിയ വലിയ വലിയ ആലിമീങ്ങളുണ്ട്, നേതാക്കളുണ്ട്, സമ്പന്നരുണ്ട്, അധികാരികളുണ്ട്. അല്ലാഹു തആല ഞങ്ങളെ നാടിന്റെ ഇസ്സത്തും ബർക്കത്തും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. പരിശുദ്ധമായ റജബാണിത്, പുണ്യങ്ങളുടെ മാസമാണിത്, ബർക്കത്തിന്റെ മാസമാണിത്. ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഭൂമി ലോകത്തെയും മറ്റെയും അല്ലാഹു തആല ധാരാളം നിറക്കുന്ന മാസമാണിത്. മാത്രമല്ല അല്ലാഹുവിനോട് നല്ലോണം ബർക്കത്തിനെ തേടിക്കോളേന്ന് മുസ്തഫായ നബി തങ്ങൾ ഈ ഉമ്മത്തിനോട്, ഈ സമുദായത്തോട് പ്രത്യേകം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. അതുകൊണ്ടാണ് ഇന്നലകളില്ലാത്ത ഒരു ദുആ, ഇന്നലകളിലില്ലാത്ത ഒരു പ്രാർത്ഥന, ഇന്നലകളിലില്ലാത്ത ഒരു ദിക്ർ ഈ മാസമായെങ്കിൽ പ്രത്യേകം ചെല്ലണോന്ന് പരിശുദ്ധമായ ദീന് പറഞ്ഞു. ഏതാണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് എല്ലാവരും ചൊല്ലണം, ഇത് എപ്പോഴും ചൊല്ലണം. പടച്ചോനെ റജബിൽ ബർക്കത്ത് ചെയ്യല്ലാ, ശഅബാനിൽ ബർക്കത്ത് ചെയ്യല്ലാ, പരിശുദ്ധമായ റമളാനിനെ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാ. അപ്പൊ എന്തേ കഴിഞ്ഞ റബീഉൽ അവ്വൽ റബീഉൽ ആഖിറിൽ ബർക്കത്ത് വേണ്ട ഞാ, അല്ല ആ മാസത്തിൽ ബർക്കത്തില്ല ഞാ. നിങ്ങൾ എൻ്റെ ഒക്കെ ഉണ്ടല്ലേ, എനിക്ക് പ്രസംഗിക്കുമ്പോൾ കുറച്ച് വസ്വാസം കൂടുന്നു. വസ്വാസല്ല, വസ്വാസുൽ ഖന്നാസ് കൂടുന്നു. നിങ്ങൾ കേൾക്കുന്നായില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നായില്ലേ, നിങ്ങൾ ഉറങ്ങുന്നായില്ലേ, നിങ്ങൾ തന്നെ മുണ്ടിക്കൊണ്ടുണ്ടായില്ലേ, അല്ലെ ഈ സമയത്ത് നിങ്ങൾ വീഡിയോ മൊബൈൽ എഡിറ്റ് ആയിക്കൊണ്ടുണ്ടാന്ന് എനിക്കൊരു തോന്നല്. അങ്ങനെ എന്തോ ആക്കുന്നില്ല, എനിക്ക് അങ്ങനത്തെ ഒരു തോന്നല്. മനുഷ്യന്മാർ പല ടൈപ്പല്ലേ. അപ്പൊ ഇൽമിന്റെ മജ്ലിസിൽ ഒന്നും വേണ്ട, എന്നെ കുറച്ച് ടൈം ഭയങ്കര സ്പീഡ് ആയി. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നിന്നിട്ട്, നമ്മൾ ഇവിടെ വന്നിട്ട് അരമണിക്കൂറായി നമ്മൾ പരിപാടി തുടങ്ങിയിട്ട്. ഇനി ഒരു 1.5 മണിക്കൂർ എത്ര സ്പീഡ് പോകുന്നു നോക്കി. ഞങ്ങളെ ആയുസിന്റെ നല്ലൊരു ഭാഗം ദ്രുതഗതിയില്, ഭയങ്കര ശീഘ്രമായ വേഗത്തില്, വല്ലാത്ത സ്പീഡില് അങ്ങനെ പോവുകയാണ്. ഞാനും നിങ്ങളും ഞങ്ങളെ ഖബറിലേക്ക് അടുക്കുകയാണ്. ഓടി ഓടി നടന്ന് പാഞ്ഞു ഞങ്ങളെ ചവിട്ടടികൾ ഖബറിലേക്ക് അടുക്കുകയാണ്. ഞങ്ങളെ മരണം ഞങ്ങളെ പെട്ടെന്ന് പിടികൂടാനാവുകയാണ്. ഞങ്ങൾക്ക് വയസ്സ് കൂടുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കിട്ടിയ സമയം മുതലാക്കിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ മാസം ബർക്കത്തിന്റെ മാസം അല്ലേ? ഞാൻ പറഞ്ഞല്ല, ഈ ദുആ കഴിഞ്ഞ മാസം മുന്നത്തെ മാസം ഒന്നും ഉണ്ടായിട്ടില്ല.
ഈ മാസത്തിൽ അത് പ്രത്യേകം ചൊല്ലണമെന്നും മഹാന്മാർ പഠിപ്പിച്ചു, റസൂലുള്ളാഹിയും പഠിപ്പിച്ചു. അത് 5 നേരം നിസ്കാരത്തിന്റെ ശേഷം ഖത്തീബ് ഉസ്താദ് തന്നെ ദ്വാരക്കണം നല്ല പറഞ്ഞിനെ. അങ്ങനെ ദ്വാരക്കണം നേടാൻ കിതാബിൽ ഇല്ല. 5 നേരം നിസ്കാരത്തിന്റെ ഇടയിൽ പ്രത്യേകമായി ചൊല്ലണോ, മൊത്തത്തിൽ ചൊല്ലണോ, എപ്പോഴും ചൊല്ലണോ, എല്ലാവരും ചൊല്ലണം അല്ലേ ഉസ്താദ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉസ്താദിൽ പിന്നെ കേട്ടോളി. ഇങ്ങനെ ചർച്ചയാക്കിയിട്ട് എന്നെ കാതിൽ കൊള്ളാത്തായിരുന്നില്ല. അയാൾ ചർച്ചയാക്കിയിട്ട് തീർത്തിട്ട് പിന്നെ അതിൽ ചെല്ലെങ്കിൽ ഞാൻ ശരിയായിക്കോളാം. ഞാൻ പിന്നെ അറിഞ്ഞിട്ട് അതിനൊന്നും അല്ല, എന്നാലും അറിയാതെ ചൊല്ലിയിട്ടുമില്ല. ഡൗട്ടുള്ളത് ചെല്ലാനും കേൾക്കാം. അപ്പൊ ആ ദുആഉള്ള മാസമാണിത്. ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ ഞങ്ങൾ വിത്തിടണോ. അടുത്ത മാസം ശഅബാനാകുമ്പോ ഞങ്ങൾ അതിന് വെള്ളം കൂട്ടിയിട്ട് അതങ്ങനെ പായം കലിക്കും, പപ്പഴം പിന്നെ കായ്ക്കും. റമളാനാകുമ്പോ ഞമ്മക്കതിനെ കൊയ്യണോ, ഞമ്മക്കതിനെ പറിക്കണോ, ഞമ്മക്കതിനെ മുതലാക്കണോ, ഞമ്മക്കതിനെ അനുഭവിക്കണോ. അതാണ് റജബ്. ഈ റജബിനെ ആദരിച്ചെങ്കിൽ ആദരിക്കണോ, നല്ലോണം ആദരിക്കണം. മുസ്തഫ റസൂലുള്ള പറഞ്ഞല്ല, ഹബീബായ റസൂലുള്ള പറഞ്ഞല്ല. അല്ലെങ്കിൽ റജബ് മാസം മുഴുവനും നോമ്പ് നോക്കല് സുന്നത്തുണ്ട്. റമളാനിൽ നോക്കുന്ന പോലെ കഷ്ടത്തിൽ ഇയാളെന്ത് ചെയ്യണ്ട, റജബിലും നോക്കണല്ലോ, ഷഅബാനിലും നോക്കണല്ലോ. ഇവിടെ റജബില് നോക്കുന്ന പോലെ കഷ്ടത്തിൽ ഇത് റമളാനിൽ അല്ലേ? മുന്നേ ഒരാൾ ഫോണാക്കിട്ട് കേട്ടിട്ടായി, ഉസ്താദെ ഈ കുറി വരുന്നപ്പാ ഇവിടെ നോമ്പേ വന്നിട്ട അതിന്റെ ഇടയിൽ അയാൾക്ക് ഭയങ്കര നിർബന്ധമായിട്ടായി പെരുന്നപ്പാ. അപ്പൊ ഈ റജബില് കഴിയുന്നവർ ഫുള്ള് നോമ്പ് നോക്കണോ? പണ്ടുള്ളവരെല്ലാം അങ്ങനെ ഉണ്ടായിന. മതി 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 ഇരിക്കി മതി. ചെറിയ ചെറിയ കിടാക്കല്ലേ ഇരുത്തോണമെന്നില്ല അവരല്ല. ആദ്യം എണിച്ചിട്ട് പായും. അത് മാത്രമല്ല ഈടന്നെ അവർ നേരെ ഇരിക്കാല്ല. ഇരിക്കി പഴയ കാലത്തുള്ള മനുഷ്യന്മാരല്ലോ ഫുള്ള് നോമ്പ് 96 നോമ്പ് നോക്കണ്ടേ. 96 മനുഷ്യന്മാർ ചെല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പാലക്കാർ വിശ്വസിക്കുക. 96 നോമ്പ് നോക്കല് മനുഷ്യന്മാരുണ്ടായി. അതറിയാം ഏതായി 96? റജബിന്റെ 30, റജബിന്റെ ഒരു മാസം, ശഅബാനിന്റെ ഒരു മാസം, 60 റമളാനിന്റെ ഒരു മാസം, 90 പെരുന്ന കഴിഞ്ഞിട്ട് ഒരു 6 ബൈ നോമ്പ്. 96. ഇനി എന്തും ഇല്ലെങ്കിലും മറ്റേ 27 എന്നൊന്ന് നോക്കണോ. അന്ന് പ്രത്യേകം സുന്നത്താണെന്ന് ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാലങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ദീനറിഞ്ഞ മഹാന്മാർ ലോകത്തോട് പറഞ്ഞു, റജബ് 27ന്റെ നോമ്പ്, മിഅ്റാജ് നോമ്പ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹനെ കാണാൻ പോയ രാത്രിയാണത്, മിഅ്റാജിന്റെ രാത്രി. സറൈത മിൻ ഹറാമിൻ ലൈലൻ നീലാ ഹറാമി കമാ സറൽ ബദ്റു ഫീ തജ്മീനൽ ളുലമി. വിധങ്ങൾക്കുണ്ടായ മേറാജ്, അല്ലാഹനെ കണ്ടിട്ട് വന്ന പരിശുദ്ധമായ നാള്, അതാണ് മേറാജ് നാള്. അന്നത്തെ പകലിൽ നോമ്പ് സുന്നത്തുണ്ട്. മാത്രമല്ല അതിന് അടിസ്ഥാനമായിട്ട് ഹദീസുമുണ്ട്. അതിന് ചില ആൾക്കാർ കളവാണ്, ലൈഫാണെന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പൊ പിന്നെ അങ്ങനല്ലേ ചില മനുഷ്യന്മാര് കിടാവ് വാങ്ങിട്ടേ അതിനെ കൊണ്ടുവരണ്ട, കളിക്കട്ടെ, ചെറിയ കിടാക്കട്ടെ, വലിയ വിഷയമാക്കട്ടെ. എനക്ക് ഭയങ്കര ഒരു വിശ്വാസം എന്താണെന്നറിയാല, ഇത് ഭയങ്കര ജോറി. എനക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആവശ്യത്തിൽ ഒരു 5 മിനിറ്റ് നേരെ ഇരുന്നിരുന്നോ. നിങ്ങൾക്ക് അരിസം വരുന്നതില്ലെന്ന് എനിക്ക് അറിയൂല്ല. എന്തായാലും എൻ്റെ സ്റ്റൈലിൽ കേടാ, അള്ളാഹു പൊരുത്തപ്പെടട്ടെ. ഞാമീൻ ചെന്നില്ലേ നിങ്ങളെ വീട് കാണുമ്പോൾ എനക്ക് തോന്നി നിങ്ങൾക്ക് നല്ലോണം ബേജാറായി. അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞേ ഇപ്പൊ ചില മനുഷ്യന്മാർ പറയലുണ്ട് റജബ് 27 ഇല്ല, നോമ്പില്ല, അങ്ങനെ ഇല്ല. അവർക്ക് പിന്നെ എന്തും ഇല്ല, അവർക്ക് ആണ്ടുപോളി എന്തും ഇല്ല, അവരുടെ വഴി നേർവഴിയല്ല. റജബ് വരുമ്പോ പറയും റജബിൽ 27 ഇല്ല, മിഅ്റാജില്ല, മിഅ്റാജിന്റെ നോമ്പില്ല. ശഅബാൻ വരുമ്പോ പറയും ബറാത്തില്ല, ബറാത്തിന്റെ നോമ്പില്ല, ബറാത്ത് ജാവില്ല. റമളാൻ വന്നിട്ടാകുമ്പോ പറയും തറാവീഹ് ഇല്ല, തറാവീഹ് 20 ഇല്ല. പിന്നെ അങ്ങനെ പോയിട്ട് റബീഉൽ അവ്വൽ വരുമ്പോ ചൊല്ലും നബിദിനില്ല, മൗലിദില്ല. റബീഉൽ ആഖിർ വരുമ്പോ ചൊല്ലും റാത്തിബില്ല, മഹാന്മാരില്ല, കറാമത്തില്ല, ഔലിയാക്കളില്ല. ഓർക്ക് പിന്നെ ആണ്ടും പോളി ഇതേ പാട്ട്. അതിന് ഞമ്മ മൈൻഡാക്കണമെന്നില്ല. ഇല്ലേ റജബ് 27 നോമ്പില്ല. എത്ര ഇമാമിങ്ങളാ കിതാബിൽ എഴുതി വെച്ചത്. അവരൊന്നും ഹദീസ് കണ്ടിട്ടില്ല, അവരൊന്നും ആയത്ത് കണ്ടിട്ടില്ല, അവരൊന്നും ദീന് പഠിച്ചവരല്ല. പൊന്നു മുസ്ലിമേ, ലോകത്തിന്റെ ഇമാം
അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കുത്തുബായ കുത്തുബുൽ ഖത്താബായ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വർക്കപ്പറ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഗ്രന്ഥമാണ് മഹത്തായ പിന്നെ ഗുന്യത്ത്. ആ ഗുന്യത്ത് എന്ന കിതാബില് ഹിജ്റ 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് എന്ന് ലോകം പറഞ്ഞിട്ടുള്ള ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി 1000 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചവരാണ് ഈ രണ്ടുപേരും. ഇവർ ഇന്നലെ വന്നവരല്ല, ഞങ്ങളെപ്പോലെ കഷ്ടം ബുക്ക് വായിച്ചവരല്ല. പരിശുദ്ധ ദീന് നല്ലപോലെ അറിഞ്ഞവരാണ്. വിശുദ്ധ ഖുർആൻ നന്നായി മനസ്സിലാക്കിയവരാണ്. മുസ്തഫായ നബി തങ്ങളെ ഹദീസ് പഠിച്ചവരാണ്. ആ രണ്ട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് നല്ലപോലെ കേട്ടോ, പൊന്നുപങ്ങൾ കേട്ടോ. അന്നബി ഹുറൈറ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല റസൂലുള്ളാഹി വർക്കച്ചല്ലേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സാമ യൗമി മിൻ 27 മിൻ റജബ. മുസ്തഫായ റസൂലുള്ളാഹി സലാത്തൊന്നും ഉറക്ക ചൊല്ലണാവല്ലേ, അതിലൊന്നും മെല്ലാക്കിയിരണ്ട, ബഖീൽ തരം കാട്ടിയിരണ്ട, ഉഷാറിൽ ചൊല്ലണം. അപ്പോഴാണ് നമുക്കൊരു റാഹത്തും ഒരു സന്തോഷവും ഉണ്ടാകുന്നത്. മഹാന്മാര് പറഞ്ഞു. പിന്നെ ഈ റജബ് മാസത്തിന്റെ നോമ്പ് 27ന്റെ നോമ്പ് മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, മൻ സാമ യൗമ 27 മിൻ റജബ. കേട്ടോളി. റജബ് തുടങ്ങിയിട്ട് കുറെ നാളായി. ഞമ്മ ഈന്റെ ഇടയ്ക്ക് ഒരു നോമ്പ് നോക്കിയിട്ടുമില്ല. ചില ആൾക്കാർ നോക്കി, ഇനി അതിരിക്കട്ടെ, അതില്ലാത്തോറും ഞമ്മ നോക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് മറ്റേ 27 മറന്നിട്ടുണ്ടാൻ. അല്ല ഉസ്താദ ഇപ്പന്നെ അങ്ങനെ ഉസ്താദ് ഈ ചൂടിൽ പയിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ബയിക്കുന്നു. നീ ഗ്രൗണ്ടിൽ പോയിട്ടിരുന്നെങ്കിൽ നീ സോപ്പിന് കുറിച്ച് മോന്തിയോളം എന്തെങ്കിലും കുടിച്ചിട്ടേ വയറ് കട്ടിയാക്കുന്നല്ലാണ്ട് നീ എന്ത് പൊക്കിളി പിരിയോളം തിന്നുന്ന ഇല്ലല്ലേ. അതിനെങ്ങനെ മോന്തിയോളാക്കിയിട്ട് ഒരു നീയത്തും വെച്ചിട്ട് കണ്ടീനാക്കിയില്ലേ, നോമ്പായില്ലേ? അതിനെന്ത് ഇപ്പൊ മല മറിക്കണം, നോമ്പ് പിടിക്കാൻ മല മറിക്കണ. അല്ലാണ്ട് ഇപ്പത്തെ ബാല്യക്കാർക്കും ഞങ്ങൾക്കെല്ലാം പട്ടിണി കിടന്നിട്ട് വലിയ എക്സ്പീരിയൻസും ഉണ്ടോ? ഇപ്പത്തെ ബാല്യക്കാർ അതല്ലാണ്ട് പകല് തിന്നളയില്ല, ജാവു തിന്നളും ഉറങ്ങാതെ നടക്കലും, ഇതെന്നെ പണി അല്ലേ? അപ്പൊ ഒരു നോമ്പ് അല്ലാണ്ട് സുന്നത്ത് നോമ്പ് നോക്കാന് എന്നെ രാത്രി നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉച്ചക്ക് പിന്നെ വെച്ചങ്ങ് മതി. അങ്ങനത്തെ എല്ലാം ഓഫർ ഉണ്ട്. എന്ന് നീ എങ്ങനെങ്കിലും നിങ്ങക്ക് കൂലി കിട്ടണോ, ദീനിന് വരെ നിർബന്ധം. അല്ല ഉസ്താദ് അത്താൻ വയ്ക്കാണ്ട് അങ്ങനെ കുടിക്കാത്തോനി എന്തെല്ലാം കാരണം ഉസ്താദ് അത്താൻ വയ്ക്കാണ്ട് അങ്ങനെ. അത്താൻ ബെയ്ക്കണം തന്നെ നിർബന്ധം ഇല്ലല്ലേ, സുന്നത്തുണ്ട്. സുന്നത്തില്ലെങ്കിൽ ഒഴിവാക്കണമെന്നല്ല, എണിച്ചിട്ട് അത്താൻ ബെയ്ക്കണം തന്നെ. അത്താൻ ബെയ്ക്കണം ചെല്ലേൻ്റെ അർത്ഥം 3 കൂട്ടം കറിയും 4 കൂട്ടം പൊരിച്ചതെല്ലാം വെച്ചിട്ട് തിന്നണമെന്നല്ല. അത് എന്തോ ഒരു ഗ്ലാസ് വെള്ളം എങ്ങും മതി, ഒരു ഈത്തപ്പഴ എങ്ങും മതി. എന്നാ അതല്ല കുറച്ച് കഞ്ഞും മീനും ചാറും കോയും എല്ലാം വെച്ചിട്ട് ബെയ്ക്കുന്ന അങ്ങനെയും ആവും. ഏതായാലും ബെയ്ക്കുന്ന വളരെ നല്ലത്, കൂലി ഏറി അത്താൻ ബെയ്ച്ചെങ്കിൽ. ഇനി ബെയ്ച്ചിട്ടില്ല, പറഞ്ഞിട്ടേ ബാക്കിയായി. അതല്ല ചളി എന്ന് പറഞ്ഞിട്ട് നിന്റെ വറക്കേ പിരിഞ്ഞുമില്ല, നീ എണിക്കുമെന്നെ 8 കാലി. എന്നാ പിന്നെ ഒരു നിയത്ത് വെച്ചോ, ഉച്ചക്ക് മുന്നേ നിയത്ത് വെച്ചോ. ഇന്നത്തെ ദിവസത്തെ സുന്നത്താകപ്പെട്ട നോമ്പ് റജബ് 27ന്റെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റു വിടാൻ ഞാൻ കരുതി എന്നൊരു നിയത്തും കൂടി വെച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ്, നിനക്കൊരു നോമ്പായി, എണ്ണിയാൽ തീരാത്ത കൂലിയായി. കിട്ടുന്ന ചാൻസ് കളയണ്ട. ഹബീബായ റസൂലുള്ളാഹി പറയാ, അന്നങ്ങാനും 27 ഒരാൾ നോമ്പ് നോറ്റാൽ മൻ സാമ യൗമ 27 മിൻ റജബ. കേൾക്കണം, ഇത് എല്ലാരും കേൾക്കണോ, ബാല്യക്കാർ കേൾക്കണോ, പൊന്നുപങ്ങള് കേൾക്കണോ. ഇങ്ങനെ എന്നെ കേൾക്കുന്നില്ലെങ്കിൽ മെല്ലെ പുറത്തു പോയിരുന്നവല്ലേ ഈ സൈഡിലുള്ള ബാല്യക്കാർ. എന്നെ കേൾക്കണോ അല്ലെങ്കിൽ മെല്ലെ അപ്പുറം പോകണം. റജബ് 27ന്റെ നോമ്പെങ്ങാനും ഒരാൾ നോറ്റുപോയാൽ കുത്തിബ ലഹു സവാബു സിയാമി 60 ശഹ്റാ, അയാൾക്ക് 60 മാസത്തെ നോമ്പ് നോക്കിയ കൂലിയുണ്ട്. ഷഫീഉൽ വറാ റസൂലുള്ളാഹ് 60 മാസം 60 ശഹർ, 60 മാസം നോമ്പ് നോക്കിയ കൂലി, കണ്ടീനായിട്ട് നോമ്പ് നോക്കിയ കൂലി കിട്ടണ, കൂലി വേണ. ആ മറ്റൊന്ന് വരുന്ന 27 നോമ്പ് വിട്ടണ്ട. 60 മാസം അല്ലെങ്കിൽ എത്ര കൊല്ലായി?
എത്ര കൊല്ലായി? ഒരു കൊല്ലത്തേക്ക് എത്ര മാസം? 14 മാസമല്ലേ? 12. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ട്. അതെന്നെ എനക്കറിഞ്ഞിനി. എന്തെങ്കിലും തെറ്റിട്ടില്ലെങ്കിൽ അപ്പ നോട്ടാക്കി എന്തേ അപ്പ മനസ്സിലാക്കണം. നമ്മളൊക്കെ തന്നെ ഉണ്ടോ? ഏത് പാട്ട്? 12 മാസം. അപ്പൊ 60 മാസത്തേക്ക് എത്ര കൊല്ലായി? 5 കൊല്ലം അല്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ? 5 കൊല്ലം നോമ്പ് നോറ്റ കൂലി വേണ. 5 കൊല്ലം നോമ്പ് നോറ്റ കൂലി വേണ. അള്ളാവിന്റെ അടുക്കലുള്ള വലിയ പ്രതിഫലം വേണ. എന്നാൽ റജബ് 27 നോമ്പ് നോറ്റോ? ഇമാം ഗസാലി, ഇമാം ഗൗസുൽ ആലം തങ്ങളെ പോലെയുള്ള മഹാന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. ഒരുപാട് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ, എണ്ണിയാൽ തീരാത്ത മഹാന്മാർ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുള്ള നോമ്പാണ് 27. ഏതോ ഒരുത്തം വന്നിട്ട് സുന്നത്തില്ലാതെ വെറുതെ ആക്കിയതാണെന്ന് പറഞ്ഞെങ്കിൽ അതാരും കേൾക്കാൻ നിൽക്കണ്ട, അതിന്റെ ബാക്കിന്ന് കൂടാൻ നിൽക്കണ്ട. അത് ഞങ്ങളെ വഴിയല്ല, അത് ശരിയായ വഴിയല്ല, അത് ശരിയായ റൂട്ടല്ല. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. നല്ല പോലെ കേട്ടോ. ومن يشاقق الرسول, ആരെങ്കിലും ഒരാൾ മുസ്തഫായ നബി തങ്ങൾക്കെതിരായാൽ, ഹബീബായ നബി തങ്ങളെ വാക്കോ പ്രവൃത്തിയോ, നബി തങ്ങളെ കൽപ്പനകളോ, നബി തങ്ങളെ സുന്നത്തുകളോ, നബി തങ്ങളെ നിർദ്ദേശങ്ങളോ ആരെങ്കിലും അവഗണിച്ചു പോയാൽ, നബി തങ്ങൾക്ക് ഒരാൾ എതിരായാൽ, മിംബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഏതാണ് സത്യം, ഏതാണ് നേര്, ഏതാണ് ഹിദായത്ത്, ഏതാണ് സിറാത്തുൽ മുസ്തഖീം, ഏതാണ് നേർവഴി എന്ന് ഒരാൾക്ക് കറക്റ്റ് മനസ്സിലായതിന്റെ ശേഷവും പിന്നെയും അയാൾ നബി തങ്ങൾക്കെതിരായി, മാത്രമല്ല വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത ഒരു വഴിയും സ്വീകരിച്ചോ. കോടാനക്കോടി മുസ്ലിമീങ്ങൾ, കോടാനക്കോടി മുഅ്മിനീങ്ങൾ ജീവിച്ച് കാണിച്ചു വരുന്ന വഴിയില്ല, ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന പാരമ്പര്യ ആചാരങ്ങളില്ല, പ്രാമാണികമായ പൗരാണികമായ പ്രമാണബദ്ധമായ ആ പാരമ്പര്യ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മുസ്ലിമീങ്ങളുടെ വഴിയിലേക്കും ആരെങ്കിലും എതിരായാൽ, അതേ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളുടെ വഴി അതാണല്ലോ നേർവഴി, അതാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വഴി. ആ വഴിക്ക് ഒരാൾ എതിരായാൽ നുവല്ലിഹി മാ തവല്ലോ, അവ എങ്ങോട്ടാണോ പോയത് ഞങ്ങൾ അവനെ അങ്ങോട്ട് തന്നെ വിടും. അവൻ പിന്നെ നേരാവേല, അവന് പിന്നെ ആയത്തും അതീതും പറഞ്ഞു കൊടുത്തെങ്കിലും വലിയ ഉപകാരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഖണ്ഡനമണ്ഡനം നടത്തിയെങ്കിലും വലിയ ഉപകാരം അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവന്റെ എല്ലാ സ്വിച്ച് ബോർഡും പോയിട്ടുണ്ട്, അവന്റെ എല്ലാ കണക്ഷനും പോയിട്ടുണ്ട്. മാത്രമല്ല അതാണ് മുഅ്മിനീങ്ങളെ വഴി. ആ വഴിയിൽ നിന്നിട്ട് അവൻ പോയത് കൊണ്ട് പിന്നെ റിട്ടേൺ വരല് കുറവാണ്. പിന്നെ അവനെ ഞങ്ങൾ പോയ വൈക്കന്നെ അവനെ തള്ളിവിടോ, അങ്ങോട്ട് നീക്കി വിടോ. മാത്രമല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറോ, നാളെ അവനതാ പരലോകത്ത് ഭീകരമായ കഠിനമായ കഠോരമായ കത്തിയാളുന്ന നരകത്തിലേക്ക് അവന് ഞങ്ങൾ ഉന്തിയിടുമെന്ന് തള്ളിയിടുമെന്ന് പ്രവേശിപ്പിക്കുമെന്ന് പടച്ച തമ്പുരാന് ഖുർആനിൽ പറഞ്ഞെങ്കിൽ മുഅ്മിനീങ്ങളുടെ വഴിക്കെതിരാവരുത്, അള്ളാന്റെ റസൂലിന് എതിരാവരുത്, അത് ഞങ്ങളുടെ റൂട്ടല്ലോ. ആ റസൂലുള്ളാഹിനെ മുഅ്മിനീങ്ങളെ വഴി അത് ജീവിതത്തിൽ പകർത്തി കൊണ്ടുപോകണോ, കർമ്മങ്ങളിലായാലും വിശ്വാസങ്ങളിലായാലും. അല്ലേ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ആമീനു കമാ ആമനന്നാസ്, ആമീനു കമാ ആമനന്നാസ്. പൂർവസൂരികളായ മഹാന്മാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തുൽ കിറാം അടക്കമുള്ള മഹാന്മാർ എങ്ങനെയാണോ വിശ്വസിച്ചത്, ഏത് നിലക്കാണോ ഈമാൻ ഉറച്ചത്, ഏത് നിലക്കാണോ മുഅ്മിനീങ്ങളായി ഇവിടെ ജീവിച്ചത്, അതുപോലെ ആമീനോ നിങ്ങൾ വിശ്വസിക്കണേ. അവരെ തള്ളിപ്പറഞ്ഞിട്ടൊരു ഈമാനില്ല.
സഹാബത്തിനെ അവഗണിച്ചിട്ടൊരു ഈമാനില്ല, സഹാബത്തിനെ മാറ്റി നിർത്തിയിട്ടൊരു ഈമാൻ ഞങ്ങളെ ഈമാന് ശരിയല്ല. അവരെ ഈമാനാണ് ഒന്നൊന്നര ഈമാൻ, അവരെ ഈമാനാണ് നല്ല ക്വാളിറ്റിയുള്ള ഈമാൻ, നല്ല ക്വാണ്ടിറ്റിയുള്ള ഈമാൻ, പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഈമാൻ. ആ ഈമാനോടെയാകണം നിങ്ങളും ജീവിക്കേണ്ടത്. അവരെ വഴി എന്ത്? അവരുടെ ഈമാൻ എന്ത്? റസൂലുള്ളാഹിനെ കുറിച്ച്, അല്ലാഹനെ കുറിച്ച്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവർക്ക് എല്ലാമായിരുന്നു. ജീവിതകാലത്തും മരണശേഷവും, ജീവിതകാലത്തും മരണശേഷവും അവർക്ക് റസൂലുള്ള എല്ലാമായിരുന്നു. കേവലം ഒരു റസൂല് മാത്രമല്ല, കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല. അതേ ഉമ്മുന്നമാബു മറായിന ഫീമാ മിസ്ല ഹുസ്നിക ഖത്തോയാ سيدي خير النبي الصلاة على النبي والسلام على الرسول. അവരുടെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച സഹാബത്ത് അവരുടെ എല്ലാ സന്ദിഗ്ധ ഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും അവരുടെ പ്രയാസഘട്ടങ്ങളിലും റാഹത്തിന്റെ ഘട്ടങ്ങളിലും അവർ മുന്നിട്ടിരുന്നത് റസൂലുള്ളാഹിയിലേക്കാണ്. റസൂലുള്ളാഹിന്റെ കാലത്തും അങ്ങനെയാണ്. നബി തങ്ങളെ വിട്ടിട്ടൊരു കെട്ടുപാട്, ഒരു ഏർപ്പാട് അവർക്കില്ല. കാരണം അവർക്കറിയാം റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്, ഈ ഉമ്മത്തിന്റെ സയ്യിദാണ്, ഈ ഉമ്മത്തിന്റെ മുഞ്ചിയാണ്, ഈ ഉമ്മത്തിന്റെ രക്ഷകനാണ്, ഈ ഉമ്മത്തിന്റെ എല്ലാമാണ്. ആ റസൂലുള്ളാഹിയോട് പറഞ്ഞാൽ, ആ റസൂലുള്ളാഹിയോടൊന്ന് അഭ്യർത്ഥിച്ചാൽ എല്ലാം ശരിയാവും, ക്ലിയറാവുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ യുദ്ധത്തിൽ പോയിട്ട് കണ്ണുപുറത്തേക്ക് വന്ന സഹാബി യുദ്ധം ചെയ്യാൻ പോയി, യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് കണ്ണന്നെ പുറത്തേക്ക് വന്നു. അയാളാണെങ്കിൽ പുതിയാപ്പിളയാണ് ആ സഹാബി. ഞാനൊരു ചരിത്രമൊന്നും കൂടുതൽ വിസ്തരിച്ചു പറയുന്നില്ല. ഞാനിങ്ങനെ ആയത്തും ഹദീസും ഓരോന്ന് വൺ ബൈ ഇട്ടിട്ട് ഇങ്ങനെ പ്രമാണങ്ങൾ പറഞ്ഞിട്ട് പറയുന്നതല്ല, ജനറലായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഞങ്ങളെ വഴിയും മഹാന്മാരുടെ വഴി ഏതാണെന്നും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ നമുക്ക് അപ്പുറപ്പുറം പോകണമെന്നൊന്നുമില്ല. ലോകത്ത് വഴികൾ കുറേയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടല്ല അല്ലാഹ് പറഞ്ഞ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത്, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായത്, പടച്ച റബ്ബിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടത് ഇസ്ലാം മാത്രം. എന്താ അങ്ങനെ പറയേണ്ടി വന്ന്? ഇസ്ലാം അല്ലാത്ത കുറെ ഉള്ളതുകൊണ്ട്. ഇസ്ലാം അല്ലാത്ത കുറെ ഉണ്ട് ലോകത്ത്. അവർക്കെല്ലാവർക്കും പലതും പറയാനുണ്ട്. കല്ലുകരുടെ കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖം പാമ്പിനെ വരെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. CH മുഹമ്മദ് കോയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇല്ലേ, കല്ലുകരുടെ കാഞ്ഞിര കുറ്റി മുതല് മുള്ളുമുരുടെ മൂർഖം പാമ്പിനെ വരെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. ഇരിക്കട്ടെ, ഞങ്ങൾ അവരെ തള്ളുന്നില്ല, അവരെ ആക്ഷേപിക്കുന്നില്ല. മാത്രമല്ല ഇസ്ലാമിൽ തന്നെ ഒരുപാട് പാർട്ടികളും പങ്കടങ്ങളും വേറെയുമുണ്ട് ഇല്ലേ. അവാന്തരക്കാർ, പുത്തനവാദികള്, തങ്ങന്മാരെ ഇല്ല എന്ന് പറയുന്നവർ, ഔലിയാക്കന്മാരെ കള്ളന്മാരെന്ന് പറയുന്നവർ, നബിമാർ തെറ്റ് ചെയ്യുന്നു പറയുന്നവർ, റസൂലുള്ളാഹി തങ്ങളാവട്ടെ വേറെ ഏത് നബിമാരാവട്ടെ മരിച്ചിട്ട് ഖബറിലേക്ക് എത്തിയെങ്കിൽ മണ്ണായിട്ട് ചീഞ്ഞിട്ട് പുഴുവായിട്ട് പോയി തീർന്നത് പറയുന്നവർ ഞങ്ങളെ ജാതിയിലേ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ജാതി നോക്കണമെന്ത്? ഞങ്ങളെ ഈ തന്നെ ഉണ്ട് മാപ്പിള ജാതിയില് പച്ചക്ക് എഴുതിയവരുണ്ട്. മുഹമ്മദ് നബി നമ്മളെപ്പോലെ തന്നെ ഒരു മയമാക്കാൻ ഞമ്മല്ല, മമ്മസ്റ്റാന മയമാക്ക, മഹമൂദ്, മുഹമ്മദ് എന്നല്ലോ അതേപോലത്തെ ഒരു മയമാക്ക മുഹമ്മദ് നബി എന്ന് പ്രസംഗിച്ചോ നമ്മളുടെ ഇടയിലേ ഉണ്ട്. ഇഷ്ടംപോലെ റസൂലുള്ളാഹി തെറ്റ് ചെയ്തിനൊന്നുമുണ്ട്. തെറ്റ് ചെയ്തിനെന്ന് മാത്രമല്ല, ഇടക്കിടക്ക് അങ്ങനെ ചെയ്തിട്ടേ വേണോ, തെറ്റ് ചെയ്തിട്ടേ വേണോ എന്ന് കണ്ടീഷൻ വെച്ചവരും കൂടി നമ്മളെ ജാതിയിലുണ്ട്. നബിമാർ തെറ്റ് ചെയ്തിട്ട് തന്നെ വേണമല്ലോ. അതിന് കാരണം പറഞ്ഞാൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യനല്ലാണ്ടായി പോകും. അയാൾ ഇടക്കിടക്ക് തെറ്റ് ചെയ്തെങ്കിലല്ലേ മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യനല്ലാണ്ടായി പോകും. അപ്പൊ അയാൾക്ക് കയ്യും കണ്ണും കാളും മൂക്കെല്ലാം ഉണ്ടാകുമ്പോൾ തിരിയുന്നില്ല, മനുഷ്യനെ ഏൽറ്റ് അതിന് തെറ്റ് കാണുന്നുണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും മനുഷ്യനാണ് എന്ന് പ്രൂഫാക്കാൻ എന്തെങ്കിലും ആരാന്റെ തേങ്ങ ആക്കണം, പൊണ്ടം കാക്കണം. ഇങ്ങന്റെ കൂടെ ഇല്ലേന്ന്
ഞാനിപ്പം മനുഷ്യനാണ് എന്ന് നിങ്ങളെതിരിൽ തെളിയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പ്രൂവ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ആരാന്റെ ഇളനീറ കക്കണ, പൊണ്ടം കക്കണ, അല്ലെ ഏതോ പെണ്ണിനെ കയറി പിടിക്കണ, അല്ല നാടുകൾക്ക് 40 വട്ടം കളവ് പറയണ? എന്റെ കയ്യും എന്റെ കണ്ണും എന്റെ കാതും എന്റെ സംസാരവും ഞാൻ പെണ്ണെട്ടിയതും എന്റെ കിടാനെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയുന്നില്ല ഞാനൊരു മനുഷ്യനാണെന്ന്? തിരിയുന്നില്ലേ? ഇത് ഓറിജിനൽ അങ്ങനല്ല. മനുഷ്യനാണ് തിരിയണമെങ്കിൽ ഇടക്കിടക്ക് പുട്ടിന്റെ ഇടക്ക് തേങ്ങോടും പോലെ ഇടക്കിടക്ക് തെറ്റും ചെയ്യണമല്ലോ. ആര്? റസൂലുള്ളാഹ്. അവർക്ക് സിന്ദാബാദ് വിളിക്കാൻ ആളെത്ര? ഇത് നമ്മൾ ചെല്ലുമ്പോ പാർട്ടി പാർട്ടി പാലക്കന്റെ പാർട്ടി. ഇതെന്ത് പാർട്ടി? പാർട്ടി അല്ലത് ഈമാന്. അത് മിണ്ടാതിരിക്കാൻ പറ്റല. അത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, നാട്ടിന്റെ കമ്മിറ്റി നേതാക്കന്മാർക്ക് വേണ്ടി ആണ്ടുമ്പോളും പ്രസിഡന്റ് ആവണം, സെക്രട്ടറി ആവണം, കാളി ആവണോ, ഖത്തീബാണോ എന്ന് പറഞ്ഞിട്ട് കുപ്പായം തുന്നിച്ചിട്ട് വെച്ചോന് വേണ്ടിയിട്ട് ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ദീനല്ല. അതുകൊണ്ട് പറയട്ടെ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ആ സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ പുതിയാപ്പിളയാണ്, ഞാൻ ന്യൂ പുതിയാപ്പിളയാണ്, മങ്ങലായിട്ട് കുറെ നാളായിട്ടില്ല. എന്റെ കണ്ണാണെങ്കിൽ ശത്രുവിന്റെ വെട്ടേറ്റിട്ട് പുറത്തേക്ക് വന്നു നബിയേ. ഇതാ ഈ കണ്ണിന്റെ ഉള്ളിന്റെ വലിയ ഗോള, ഈ സ്വർങ്കം, ഈ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന കണ്ണ്, ഈ വികൃതമായ മുഖം, ഈ കോലത്തിലെങ്ങാനും ഞാൻ എന്റെ പെണ്ണിന്റെ അടുത്തേക്ക് പോയെങ്കിൽ, റിട്ടേൺ എന്റെ പുറക്ക് പോയെങ്കിൽ എന്റെ പെണ്ണിന്റെ അടുത്ത് നിൽക്കല. ഈ കോലത്തിൽ എനിക്ക് പോവാനും വയ്യ. അതുകൊണ്ട് നബിയേ, എനിക്ക് കണ്ണ് വേണം നബിയേ. എന്താ റസൂലുള്ളാഹി ഹൈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാ. അങ്ങനെ അവിടെ പിന്നെ ഡെന്റൽ, പിന്നെ ഹൈ ഹോസ്പിറ്റൽ വെച്ചിട്ട് അവിടെ അതിന്റെ പ്രൊഫസർ ആയിട്ടുണ്ട്. അവിടെ അങ്ങനെ പോയതാ, ആശുപത്രി പോയതാ, ടോക്കൺ എടുത്തിട്ട് എക്സ്റേ എടുക്കണോ, ECG എടുക്കണോ എന്നിട്ട് പോയതാ. അല്ല, റസൂലുള്ളാഹിന്റെ അപ്പറാണ്, ഡോക്ടർ അല്ല, അതിന്റെ അപ്പറാണ് റസൂലുള്ളാഹി എല്ലാമാണ്. അല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹിന്റെ ആവശ്യം എന്ത്? കേവലം ആയത്തും അതീതും ചൊല്ലിത്തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ അതിന് ആരെ അയച്ചാ പോരെ? അതിന് മലക്കിലൂടെ അശരീരിയായിട്ട് പറഞ്ഞു തന്നാ പോരെ? അദൃശ്യവാണിയായിട്ട് ഇട്ട് തന്നാ പോരെ? ഹബീബായ നബി തങ്ങൾ ഈ ലോകത്തിന്റെ സംരക്ഷകനാണ്. ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിന്റെ മുഞ്ചിയാണ്, കാവൽക്കാരനാണ്. ഹബീബായ നബി തങ്ങൾ ഈ ലോകത്തിന് എല്ലാം വീതിച്ചു കൊടുക്കുന്നവനാണ്. എല്ലാത്തിന്റെയും ശക്തിയെല്ലാം പടക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു പടച്ചത്, അല്ലാഹു സംവിധാനിച്ചത്, അല്ലാഹു സൃഷ്ടിച്ചത്, അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നത് റസൂലുള്ളയാണ്. ഇത് ഞാൻ പറയല്ല, എന്റെ പാട്ടല്ല, ഞാൻ രാഗം നീട്ടിയതല്ല. മുസ്തഫ റസൂലുള്ള പറഞ്ഞു, അന ഖാസിമുൻ വല്ലാഹു മുതി. അല്ലാഹുവാണെല്ലാം തരുന്നോൻ, അതിന് വേണ്ട പോലെ ഡിവൈഡ് ആക്കുന്നത് ഞാൻ. സ്വഹീഹായ ഹദീസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? റസൂലുള്ളാഹി എല്ലാമാണ്. ഈ സഹാബി പോയിട്ട് നബിയോട്, നബിയെ കണ്ണു പോണ നബിയെ. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു? നീ കണ്ണൂർക്ക് പോയിറ്, പെരിയാരത്തേക്ക് ആടെ ഹോസ്പിറ്റൽ ഉണ്ട് ചെല്ലിയ, അല്ല നീ കണ്ണിന്റെ ആളെ കാണിക്കും ചെല്ലിയ, അല്ല കണ്ണ് വേണ പായില്ല. റസൂലുള്ളാഹി തങ്ങൾ ആ കണ്ണ് തായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ കണ്ണ് മേലെ വെത്തിയിട്ട് ഒന്ന് അമർത്തി കൊടുത്തു, ഒന്ന് തടയി കൊടുത്തു. മാഷാ അല്ലാഹ്, പൂർവസ്ഥിതിയിലായി, ക്ലിയറായി, റാഹത്തായി. മുറിന്റെ അടയാളമില്ല, ചോരന്റെ അടയാളമില്ല, കാഴ്ചക്ക് കുറവില്ല. ഏതുവരെ അറിയുമോ? ഏതുവരെ അറിയുമോ? ആ സഹാബി പറയുകയാണ്, ആ കണ്ണിന് പിന്നെ റസൂലുള്ള തൊട്ട, പിന്നെ റസൂലുള്ള തടകി, പിന്നെ മരിക്കുന്നത് വരെ എൻ്റെ ആ കണ്ണിന് ഒരു ചൊറിയോ, ഒരു കടച്ചലോ, ഒരു വീക്കമോ, ഒരു നീറുകെട്ടോ, ഒരു രോഗമോ പ്രയാസമോ വന്നിട്ടേ ഇല്ല. ഹബീബായ നബി തങ്ങളോട് പോയിട്ട് കാര്യം പറഞ്ഞു. നബി തങ്ങളാണ് ശരിയാക്കിയത്, നബി തങ്ങളാണ് ക്ലിയർ ആക്കിയത്, നബി തങ്ങളാണ് എല്ലാം മട്ടം പോലെ ആക്കിയത് എന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ അതെല്ലാം അള്ളാന്റെ കഴിവാണ്. അത് മഹാന്മാർക്ക്, നബിമാർക്ക് അല്ലാഹു ഏറെ കൊടുക്കുന്നതാണ്. അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവിന്റെ മഹത്വത്തിന്റെ പേരാണ് കറാമത്ത്, മുജിസത്ത്. അത് അള്ളാഹ് കൊടുക്കാത്തത് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, ആ ഈമാനും ഞങ്ങൾക്കില്ല. ഇപ്പൊ മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ സഹായിക്കുന്നു, ബദരീകളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോ ഇതിന്റെ അർത്ഥം എന്ത്? ഇതിന്റെ അർത്ഥം എന്ത്?
അതിന്റെ അർത്ഥം എന്ത്? അത് മൊയ്യുദ്ദീൻ ഷേഖ് സഹായിക്കുന്നതന്നല്ല അപ്പം അതിന്റെ അർത്ഥം. നിങ്ങൾ അങ്ങനല്ലേ വിശ്വസിക്കുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ഇന്നലെ വന്നിട്ട് എല്ലാം കേട്ടനല്ല ഒരു 50,000 രൂപ കടന്നിട്ട് എന്നെ സഹായിക്കുമെന്ന്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ത്? ഞാൻ എല്ലാം ശക്തി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്ന അല്ലല്ല, നിങ്ങൾക്ക് അള്ളാഹു ആവത് തരൂ. എന്നാ അവർക്കും അങ്ങനെ അള്ളാഹ് ആവത് കൊടുക്കുന്നത്. ഞമ്മ അള്ളാന്റെ ആവത് വെച്ചിട്ട് തന്നെ ആ കേൾക്കുന്നത്, അല്ലാതെ അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് ആർക്കിടെ എന്തുള്ളേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. എല്ലാം അല്ലാഹ്, എല്ലാം അല്ലാഹന്റെ, എല്ലാം അല്ലാഹന്റെ അല്ലാഹ് തരുന്നതാണല്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയവരാണ് സഹാബത്ത്. പക്ഷേ റസൂലുള്ളാഹിക്ക് ആ ഒരു വിശേഷപ്പെട്ട കഴിവ് അള്ളാഹു പ്രത്യേകമായിട്ട് കൊടുത്തൊരു കഴിവ്, അതാണ് മുഅ്ജിസത്താകുന്ന കഴിവ്. അത് വെച്ചിട്ടാണ് സഹാബികൾ തേടിയത്. മഹാന്മാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും അവർക്ക് അല്ലാഹു തആല ജീവിക്കുന്ന കാലത്തും മരണപ്പെട്ട ശേഷവും ഒരുപാട് വിശേഷപ്പെട്ട, ഏറെയാക്കപ്പെട്ട, മഹത്വമാകപ്പെട്ട കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. വയർസുഖുഹു ലിമൻ യശാ വയർസുഖു ലിമൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ധാരാളം കൊടുക്കുന്നതാണ്. അറിഞ്ഞില്ലേ? മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ മരണപ്പെട്ടു, വഫാത്തായി റൗളയിൽ കിടക്കുകയാണ്. പരിശുദ്ധരാകപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബറിൽ കിടക്കുകയാണ്. ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികില് അന്ന് നാട് ഭരിക്കുന്നത്, അന്ന് നാടിന് അമീറായി, രാജാവായി, ചക്രവർത്തിയായി ഉമ്മത്തിന് നേതൃത്വം നൽകുന്നത് മഹാനായ ഉമർ ഖത്താബ് തങ്ങളാണ്. ധീരനായ, ശൂരനായ, അനീതി കണ്ടാൽ അണുമണി തൂക്കം പോലും പൊറുക്കാത്ത, നിയമത്തിന്റെ വിഷയത്തിൽ ഒരിത്തിരി പോലും ഇളവ് നൽകാത്ത അതേ മഹാനരായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം അന്ന് വല്ലാത്ത ക്ഷാമമുണ്ടായി, വെള്ളത്തിന് പ്രയാസമായി, ജനങ്ങൾ വല്ലാതെ കഷ്ടത്തിലായി. കൃഷിയിടങ്ങളും പാടങ്ങളും പാടവരമ്പുകളും എല്ലാം വണങ്ങിപ്പോയി. മൃഗങ്ങൾ വെള്ളം കിട്ടാതെ ചത്തുപോയി. മനുഷ്യർക്ക് പോലും പ്രയാസമായി, മനുഷ്യർക്ക് പോലും ബുദ്ധിമുട്ടായി. വെള്ളമില്ല, ക്ഷാമം, വല്ലാത്ത വരൾച്ച, എല്ലാം ചത്തൊടുങ്ങുന്നു. മൃഗങ്ങളും പക്ഷികളുമെല്ലാം ചത്തൊടുങ്ങുന്നു. കൃഷികളും മരങ്ങളും ചെടികളുമെല്ലാം ഉണങ്ങിപ്പോകുന്നു. വെള്ളമില്ലാതെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടായപ്പോ ജാഅ റജുലുൻ ഇലാ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി തങ്ങളെ ഖബറിന്റെ അടുത്തേക്ക് ഒരു സഹാബി വന്നു. ആ സഹാബിന്റെ പേരാണ് ബിലാൽ ഇബ്നു ഹാരിസ്. അമീറുൽ മുഹദ്ദിഥീൻ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ആ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരാൾ വന്നതല്ല, അഡ്രസ് ഇല്ലാത്ത ഒരാൾ വന്നതല്ല. ഉമർ ഖത്താബ് തങ്ങളെ ഭരണകൂടത്തിലെ പിന്നെ ഭക്ഷ്യവകുപ്പ് വിതരണ മന്ത്രിസഭയിലെ ആളാണ്. പ്രധാനപ്പെട്ട ഒരംഗമാണ് മന്ത്രിസഭയിലെ. ഉമർ ഖത്താബ് തങ്ങളെ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാള്, അറിയപ്പെട്ട സഹാബി, മുസ്തഫ നബി തങ്ങളെ കണ്ടിട്ട് മനസ്സിലാക്കിയ സഹാബി ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു. മുസ്തഫ നബി തങ്ങളെ വഫാത്തിന്റെ ശേഷം ഖബറിന്റെ അവിടെ വന്നു. ഈ പ്രയാസങ്ങൾ കാണുമ്പോ, വെള്ളമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ ഹബീബായ നബി തങ്ങളെ റൗളന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. വെള്ളം പോണ നബിയേ, മരണപ്പെട്ട് കിടക്കുന്ന, ഖബറിൽ കിടക്കുന്ന, മരിച്ചിട്ട് 8-9 വർഷം കഴിഞ്ഞിട്ടുള്ള മഹാനരായ റസൂലുള്ളാഹി തങ്ങളോട് ആ ഖബറും പുറത്ത് വന്നിട്ട് സഹാബി പറയാ, നബിയേ ഇസ്തസ്ഖി ഉമ്മതിക, വെള്ളം പോണ നബിയേ, മാനത്തേടണ നബിയെ ഉമ്മത്തിന്, ഫഇന്നഹും ഖദ് ഹലകൂ, അവർ വെള്ളമില്ലാണ്ട് വിഷമത്തിലാണ്, ബേജാറിലാണ്, വല്ലാത്ത ക്ഷാമമാണ്, വല്ലാത്ത വരൾച്ചയാണ്. അതുകൊണ്ട് നബിയെ വെള്ളം വേണം നബിയേ എന്നാ സഹാബി മുസ്തഫ നബി തങ്ങളോട് പറഞ്ഞിട്ടാകുമ്പോ ഇത് കേട്ടിട്ട് പോയി മതി. അർജന്റ് ഉണ്ടെങ്കിൽ മാത്രം പോയിരുന്നു, അല്ലെങ്കിൽ പോയില്ല. കാരണം ഞങ്ങളെ വിശ്വാസാക്കുന്നില്ല. ഓർ നിങ്ങളെ പോലത്തെ വന്നിട്ടാണ് ഓർ വിശ്വാസാക്കുന്നത്.
ഞാൻ ഈ താടി വെച്ച തട്ടം കെട്ടിയ മൂല്യന്മാരത്തേക്കും തോറും വരുന്നേ ഇല്ല. മാത്രമല്ല ഓറ് നിങ്ങളെ കണ്ടെങ്കിൽ ഫസ്റ്റ് ചെന്ന പണി എന്നു പറഞ്ഞാൽ മൂല്യന്മാരെ മൂസിറ്റും കൂടി നോക്കിയിട്ടില്ല. എന്തേ മൂല്യന്മാരെ പോയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേല ഓരോ വേല ഓർ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര അദ്ദാത്തും ദിക്റും എല്ലാം ഉണ്ടായ മനുഷ്യൻ, ഇതുപോലെ പിന്നെ വയലിനും അതിനും വന്ന മനുഷ്യൻ, കല്ലിന്റെ കൽപ്പണയിൽ കല്ല് കൊത്തുന്ന ആള് എന്നെങ്കിലും എല്ലാത്തിനും കൂടിക്കൊണ്ടായ മനുഷ്യൻ നോക്കാം. അയാളെങ്ങാനും ഈ ഇപ്പത്തെ ഈ പുതിയ ആൾക്കാരെ വിഷയം കേട്ടിട്ടെങ്ങാനും റൂട്ട് ചേഞ്ച് ആയെങ്കിൽ പിന്നെ പള്ളിക്കില്ല, വയസ്സന്മാരിൽ ടച്ചില്ല, ഉസ്താദുമാരിലില്ല, എന്തുമില്ല. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് ചിന്തിക്കണ്ടേ ഇങ്ങനെ ചെന്ന് കേൾക്കുന്നത്. അപ്പൊ ഇതിനൊന്ന് ഉസ്താദില്ല കേട്ട. അപ്പൊ അതിന് ഓർ ഫസ്റ്റ് എടുക്കുന്ന ക്ലാസ് എന്താ പറഞ്ഞാൽ ഉസ്താദുമാര് എന്തെല്ലാം ചൊല്ലിയിട്ട് അവരോടുള്ള ബന്ധവും അവരോടുള്ള ഒരു ബഹുമാനവും ഇല്ലാണ്ടാക്കും. അവർ പൈസക്കുള്ളൂ, അവർ തിന്നനുള്ളൂ. ഓൻ പിന്നെ പള്ളക്ക് കാറ്റ് കയറ്റുന്നത്, ഓൻ തിന്നലുമില്ല, എന്തുമില്ല. മൂലമാറ് മാത്രം ഇത് കേക്കി ആരും ഓർക്കണ്ട. ഓർ തിന്നനാക്കിനെ ഞാൻ എന്റെ ഒരാൾ കേട്ടു, ഉസ്താദ് നിങ്ങൾ എല്ലാം കൈക്കൊനാക്കിയതല്ലേ ഇതെല്ലാം, നിങ്ങൾ ഇതെല്ലാം തിന്നനാക്കിയത് കൈക്കൊനാക്കിയത്, ഞങ്ങളെ കൈക്കൊനാക്കിയത് നാട്ടിയാൽ മോലിത് കൈക്കൽ, കുത്തിവെത്ത കൈക്കൽ, 3ന്റെ ദുആ കൈക്കൽ, 40ന്റെ ദുആ കൈക്കൽ, റാത്തീബ് കൈക്കൽ, എല്ലാം കൈക്കൽ. അപ്പൊ ഈ കൈക്കൽ മലയാളത്തിൽ ചെല്ലെങ്കിൽ തിന്നൽ തന്നെ അർത്ഥം കേട്ടു. പിന്നെ അപ്പൊ ഞാൻ കേട്ട് എന്റെ മോന്റെ സുന്നത്തെ കൈക്കൽ, അപ്പൊ അതിന്റെ അർത്ഥം എന്തായിട്ട് പീസിനടുത്തിൽ തിന്നുന്ന നിങ്ങളെ സുന്നത്തിരുത്തില്ല കേട്ട്. ഞാൻ എന്റെ തിരുത്തിനി, എന്റെ ബാപ്പാനെ ഇരുത്തിനി, എന്റെ മക്കളെ ഇരുത്തിനി, എന്താ എനിക്ക് ചെന്ന് സുന്നത്തെ കല്യാണം കഴിക്കൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? ആ 3 ഗ്രാമിനടുത്തിൽ തിന്നുന്ന ആര് ചെല്ലേ കഴിക്കുന്ന തിന്നെന്ന് അവിടെ അർത്ഥം വെക്കണ്ടേ? അങ്ങനെ എന്ത് കറക്റ്റല്ലേ? അപ്പൊ ഈ കൈക്കൽ തിന്നൽ ആര്യല്ലേ? വെറുതെ മനുഷ്യന്മാരെ തെറ്റിക്കുന്ന, ഈമാനെ തെറ്റിക്കുന്ന, അത് ഇങ്ങനത്തെ നല്ല ബാല്യക്കാരെ ചില ആൾക്കാരതെല്ലാം കേട്ടിട്ട് വരും. അത് ചില ഉസ്താദെ ഓരിലും കുറച്ച് കറക്റ്റ് ഉണ്ടാവാ, ഓറ് ചെല്ലത് കുറച്ചെല്ലാം നേറാവാ, ഓറ് ചെന്നതല്ല അങ്ങനെ ഇതാക്കണ്ടാവാ. എന്ത് നേറ് ഓറ് ചെന്ന് കേട്ടിട്ടില്ലേ? ഉറൂസിൻ്റെ അവിടെ പോയി ആണുങ്ങ പെണ്ണുങ്ങ കാണുന്നു, മാരിബിന് പോയെങ്കിൽ ഇഷാവും ഇല്ല, സുബയും ഇല്ല, നിസ്കാരം കള്ളാക്കുന്നു. ഓറ് ചെന്നില്ലേ അവിടെ പോയി ആണുങ്ങ പെണ്ണുങ്ങ ഇത് മുണ്ടുന്നു, കറക്റ്റ് അല്ലേ? അതെല്ലാം കറക്റ്റ് തന്നെ, അതല്ലെങ്കിൽ നേറുന്നല്ലോ ഓറ് ചെന്നത്. ഞങ്ങൾ നോക്കാലോ ഉറൂസിൻ്റെ അടങ്ങാനും ഞങ്ങൾ 313 വോളണ്ടിയർമാർ ആക്കിയില്ല ബാല്യക്കാരെ. ആ ബാല്യക്കാരിൽ 312 ആൾ പോയിട്ട് നിന്നിന് പെണ്ണുങ്ങളോടെ അല്ലോ സാർ, നിങ്ങല്ല ഓർ ചെന്നേർ തന്നെ. പക്ഷെ ആ ഓർ ചെല്ലാൻ ഞങ്ങളും ചെല്ലില്ല ഹബീബ, തെറ്റിയലിറ്റ് അതിന് ഓർ ചെല്ലടാ. ഉറൂസിന്റെ എവിടെയാ മാത്രല്ല മൈലാഞ്ചി കല്ലെടുത്തിന്റെ എവിടെയായാലും, ഏത് ഹോൾ പാർട്ടിയിലായാലും, അത് ബീച്ചിലായാലും, അത് ഇപ്പൊ എന്തല്ലോ പാർട്ടിയുണ്ട്. ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ എന്തോ അല്ല. ഇപ്പൊ ഒരു മംഗളത്തിന്റെ ക്ലൈമാക്സ് നിക്കാഹിന്റെ അവിടെ എത്തന് മിന്നെ 9 പാർട്ടി അല്ലേ? മോതിരം വെക്കും തോന്നു, ഡ്രസ്സ് മാറ്റും തോന്നു അടുത്ത ഡിസംബറിന്, പിന്നെ അതിൻ്റെ ഇടക്ക് എൻഗേജ്മെന്റിന്റെ ജനുവരി, പിന്നെ അതിൻ്റെ ഇടക്ക് ഹോളി ആടെ പോകണം ഫിക്സ് ആക്കുന്നത് ഫെബ്രുവരി, അന്നൊരു ഡേ അവിടെ മംഗളത്തിന്റെ ഇടയിൽ ഒട്ടാരെ ബാപ്പ പോയി ഹലാക്കായി. ഇനി എത്ര ചെലവ് കേൾക്കുമ്പോ കൊടുക്കണ്ടേ? പാർട്ടി ആ പാർട്ടി. ഇനിയിപ്പോ ഞങ്ങൾ വയല് പറയേണ്ടതല്ല, കമ്മിറ്റിക്കാർക്ക് നല്ല പണിയുണ്ട്. ഉസ്താദുണ്ടാ മുക്രിയുണ്ടാ നോക്കിയാൽ മതിയാവല്ല. ഫണ്ടിൽ വെള്ളം കാലിയാനും നോക്കിയാ പോരാ, അതും നോക്കണോ? നാട്ടിലിങ്ങത്തെ തമ്മാടിത്തര നടക്കുന്ന അതും നോക്കണം. കഞ്ചാവിന്റെ കച്ചവടക്കാരുണ്ടാ, നാട്ടിലെ കള്ളന്മാരുണ്ടാ, ഏതെങ്കിലും പാവപ്പെട്ടവരോ പട്ടിണി കിടന്നിട്ടുണ്ടാ, പഠിക്കാൻ കഴിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടാ, അവരെ നോക്കിയിട്ട് വേണ്ട പരിഹാരം കാണണോ? അല്ലാണ്ട് ഇങ്ങനെ കണ്ടു തുറന്നിട്ട് ക്യാമറ വെച്ച പോലെ മുക്കറി കലട്ടൈന കത്തി 2 ലീവ് ആക്കിയ അതിന് നോക്കാൻ കമ്മിറ്റിയാക്കുന്ന ഇനി നാട്ടുകാർക്കെല്ലാം ഈടുത്ത വിഷയമല്ല അല്ലേ? നിങ്ങൾ ഈടുത്ത കമ്മിറ്റിക്കാരതല്ല, മൊത്തത്തിൽ ഉസ്താദുമാറും അങ്ങനെ, ഞാനെങ്കിലും അങ്ങനെ. നീ ഇട്ട പുല്ലിക്ക് ഞാൻ ഇട്ട ചാണം നാക്കേണ്ടിയതല്ല, അവർക്ക് നല്ല ഇഖ്ലാസ് വേണം. അങ്ങനല്ലേ? നീ ഇട്ട പുല്ലിക്ക് അല്ല, അങ്ങനല്ലേ? ചിലള് എനിക്ക് തപ്പിയാ നിങ്ങൾ എല്ലോണം സപ്പോർട്ടാക്കി ഭയ്യ. ഞാൻ പോകുമ്പോൾ എനിക്ക് 15,000 തരുന്നേലിറ്റി അല്ലേ എന്നെ കൊണ്ടെന്നെ ചൊല്ലിക്കൊടുന്നത്. നിങ്ങൾക്ക് കുറച്ച് നിങ്ങളും ചെല്ലിയെന്ന് എൻ്റെ കത്തെ. ഞാൻ ഇട്ട പുല്ലിക്ക് അങ്ങനല്ല ചിലള്. ഞാൻ ഇട്ട പുല്ലിന് നീ ഇട്ട ചാണോ, അതായത് നിങ്ങൾ തരുന്ന ശമ്പളത്തിന് എൻ്റെ നിസ്കാരം അല്ലാഹു അക്ബർ അങ്ങനെ ഹത്തീബാക്കാൻ കഴിയ, അങ്ങനെ മുക്രിയാക്കാൻ കഴിയ. അവർക്ക് വലിയ റോളുണ്ട്. അവർക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് റൂമിൽ ഉറങ്ങുന്ന പണിയൊന്നും അല്ല. എന്റെ കഥ ഓരോ വിഷയമല്ല, മൊത്തത്തിൽ
ഞാൻ ഇത് അവലംബി നഫ്സി, എന്റെ കഥ. നീ കമ്മിറ്റിക്കാരെ ചൊല്ലിട്ട് പോയി, നാട്ടുകാരെ ചൊല്ലിട്ട് പോയി എന്നല്ല, ഇത് എന്റെ കഥ ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ തള്ള, ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്വം ഉണ്ട്. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, കുല്ലുക്കും റാഗ് വകുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതിഹി. എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്, ജവാബ്ദാരിയുണ്ട്, കണ്ടീഷനുണ്ട്. ഇതെല്ലാം നാളെ അല്ലാഹു ചോദിക്കപ്പെടുന്നതാണ്, അല്ലാഹു ചോദിക്കുന്നതാണ്, നാളെ പരലോകത്ത് ചോദിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെതായ മട്ടം പോലെ അത് നിർവഹിക്കണോ. ഇരിക്കട്ടെ, ഇത് കേക്കി. മുസ്തഫായ റസൂലുള്ളാഹിന്റെ ഉമർ ഖത്താബ് തങ്ങളെ കാലത്ത് വല്ലാത്ത വരൾച്ച ബാധിച്ചപ്പോ മഹാനായ ആരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു തങ്ങള് സഹാബിയാണ് അയാൾ. ഉമർ ഖത്താബ് തങ്ങളെ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അയാൾ. ഹബീബായ നബി തങ്ങളെ കണ്ടവരാണ് അയാൾ. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ചെറിയ ആളല്ല, അമീറുൽ മുഹദ്ദിസീൻ, മഹാനരെ പോലെയുള്ളവർ പരിചയപ്പെടുത്തിയ ആളാണ്. ആ റജുല് ചെറിയ ആളല്ല. മുസ്തഫായ നബി തങ്ങൾ കിടക്കുന്ന റൗളന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ വെള്ളം വേണം നബിയേ, ഉമ്മത്തിന് വെള്ളം വേണം നബിയേ, ഫഇന്നഹും ഖദ് ഹലകൂ. ജനങ്ങളെല്ലാം നശിച്ചു പോകുന്നുണ്ട്, ഹലാക്കായി പോകുന്നുണ്ട്, അവരെല്ലാം വല്ലാത്ത പ്രയാസത്തിലാണ്. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവുകയാണ്. അന്ന് രാത്രി അയാൾക്ക് സ്വപ്നം കാണുന്നു, റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണുന്നു. റസൂലുള്ള സ്വപ്നത്തിൽ വന്നിട്ട് കിനാബിൽ വന്നിട്ട് പറഞ്ഞു, സഹോദരോ വിഷമിക്കണ്ട, ബേജാറാവണ്ട, മഴ വരും, വെള്ളം കിട്ടും. പക്ഷേ ഉമർ ഖത്താബ് തങ്ങളോട് പോയിട്ട് സന്തോഷം പറഞ്ഞു, മഴ വരും, വെള്ളം കിട്ടൂന്ന്, ബേജാറാവണ്ട, ബുദ്ധിമുട്ടാവണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം ഇങ്ങനെയും ചൊല്ലിക്ക. എങ്ങനെ? ഉമർ ഖത്താബ് തങ്ങള് ഭരണം കുറച്ച് ലൈറ്റാക്കിന്ന്. ഭരണം, അയാളെ ഭരണം ഭയങ്കര സ്ട്രിക്റ്റ്. വെട്ടൊന്ന് തുണ്ട് രണ്ടെന്ന് പറഞ്ഞ പോലെ ഭയങ്കര കണ്ടി. എക്സ്ക്യൂസ് റീസൺ ഒന്നുമില്ല. എന്താ നിസ്കരിക്കാൻ ഞാൻ മൈലാഞ്ചി മംഗലത്തിന് പോയിനും ചൊല്ലും ഒന്ന് കേൾക്കാൻ. ഉമർ ഖത്താബ് തങ്ങൾ പിന്നെ അങ്ങനെയാണ്. അഥവാ എല്ലാം കൊണ്ടും പറഞ്ഞ പോലെ അത്ര കണ്ടീഷൻ ആയിരുന്നു ഭരണം, അത്ര നീതിപൂർവമായിരുന്നു ഭരണം. എല്ലാവരും ആഗ്രഹിച്ചതും ആ ഭരണം. അതുകൊണ്ടല്ലേ ഇന്ത്യ രാജ്യത്തിന്റെ മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പോലും പണ്ടൊരിക്കൽ ലോകത്തോട് പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്, ഡച്ചുകാരുടെ കയ്യിൽ നിന്ന്, പരദേശികളുടെ കയ്യിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യമെങ്ങാനും മോചിക്കപ്പെട്ടാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഉമറിന്റെ ഭരണം വേണമെന്നാണ്. മഹാത്മാഗാന്ധിജിക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് ക്ലിയർ ആയിരുന്നു ഉമർ ഖത്താബ് തങ്ങളെ ഭരണം, അത്ര കണ്ട് ചന്തമായിരുന്നു ഉമർ ഖത്താബ് തങ്ങളെ ഭരണം, അത്ര കണ്ട് നീതിയുക്തമായിരുന്നു ഉമർ ഖത്താബ് തങ്ങളെ ഭരണം. അയാളാണെന്ന് രാജാവ് ഈ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ റസൂലുള്ളാഹി ഇയാളോട് പറഞ്ഞു, എന്ത് ബേജാറാണ്ട, മഴ വരും, വെള്ളം വരും, ഇൻഷാ അല്ലാഹ് ക്ലിയർ ആവും, വരും, എന്നോട് കേട്ടല്ലേ, ഇൻഷാ അല്ലാഹ് വരും, നാളെ ഇപ്പൊ വരും, വെള്ളം വരും. ഒരു കാര്യം ചെയ്യും, പോയിട്ട് ഉമർ ഖത്താബ് തങ്ങളോട് ചെല്ലി സന്തോഷം ചെല്ലി. അയാളും ഭയങ്കര ടെൻഷനിലും ബേജാറിലുമാണ്. വെള്ളം ഇല്ലല്ലേ, കൃഷിയെല്ലാം ഉണങ്ങിയിട്ട് പോയല്ലേ, മനുഷ്യന്മാരെല്ലാം മരിച്ചുകൊണ്ടുണ്ടല്ലേ, മൃഗങ്ങളെല്ലാം ചത്തോണ്ട് പോയിക്കൊണ്ടുണ്ടല്ലേ, അയാളോട് ചെല്ലി വെള്ളം കിട്ടും, മഴ വരും, എന്ത് ടെൻഷൻ ആക്കണ്ട, ബേജാറാണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ ഓടൊപ്പം ഇങ്ങനെയും ഒന്ന് ചെല്ലി, എങ്ങനെ ഭരണം കുറച്ച് ലൈറ്റാക്കാൻ ചെല്ലി, എന്നിട്ട് ഗട്ടിയാക്കട്ടെ, കുറച്ച് ലൂസാക്കട്ടെ, കുറച്ച് നന്നും ലൂസാക്കിയിട്ടില്ല, നമ്മളെ മാപ്പിളമാർ ലൂസാക്കിയ പോലെ. നീ പോയി ഇന്ന് 500 എടുത്തോ, ഫോൺ ചെല്ലിട്ട് ബജാർക്ക് വിടുന്നോ, എയിലെ പോയി ആർക്കും അറിയില്ല. അങ്ങനെ ലൂസാക്കണ്ട, അങ്ങനെ ലൂസാക്കണ്ട, വിടണ്ടെന്നുമല്ല, ഓളങ്ങനെ കൊടുത്തിട്ട് വിടണ്ടെന്നുമല്ല. അതിന്റെ അർത്ഥം ഒട്ടാരെ വിടുകയും വേണ്ട. ഏതുമായിട്ട് ഉമർ ഖത്താബ് തങ്ങളോട് ഇയാൾ പോയി വിഷയം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പറഞ്ഞ പോലെ മഴ വന്നു, വെള്ളം കിട്ടി, ക്ലിയറായി, റാഹത്തായി. നബി തങ്ങളോട് ആ സഹായം തേടിയതാ. ആ സഹാബിക്കറിയില്ലേ ഇത് നബി തങ്ങളോട് പറയാൻ പറ്റാല, അല്ലാഹുവോട് പറയണോന്ന്. ഇത് ശിർക്കാണെന്ന് ആ സഹാബിക്ക് മനസ്സിലാവണ്ടേ, മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ശിർക്കല്ലാന്ന്. എന്തുകൊണ്ട്? ഇത് തെറ്റല്ല, ഇത് ശിർക്കല്ല, ഇത് ശിർക്കല്ല.
റസൂലുള്ളയോടാണ് ചോദിക്കുന്നതെങ്കിലും ഹബീബായ നബി തങ്ങളാണ് സഹായിക്കുന്നതെങ്കിലും സത്യത്തിൽ ആ ചോദ്യവും ആ സഹായവും അല്ലാഹുവിനോടാണ്, അല്ലാഹുവിൽ നിന്നാണ്. അതാ സഹാബിക്കറിയാം. ഇത് ഓറിജിനൽ അങ്ങനല്ല. ഇപ്പൊ കുറച്ച് ഞമ്മളാടലിന് കുറച്ച് ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാർ, ലേറ്റസ്റ്റ്, കുറച്ച് താടിയെല്ലാം വെച്ചിട്ട് കുറച്ച് പാൻറ്റെല്ലാം കുറച്ച് ലൈറ്റ് ടൈറ്റ് ആക്കിയിട്ട്, മുന്നേ കുറച്ച് ലൂസ് ഉണ്ടായി, കുറച്ച് ടൈറ്റ് ആക്കി എത്തറിനെ. അല്ലാണ്ട് നമ്മളെ പാൻറ്റ് ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇടുന്നു ഇട്ടിട്ട് ഒരു ഹോജറാജാവിനെ പോലെ വരും, വന്നിട്ട് ചൊല്ലും അയാൾ കാഫർ, ഇയാൾ കാഫർ, മുസ്ലിമാരി ഞാൻ മാത്രം. എന്നിട്ട് എന്താ കാരണം? കാരണം നിങ്ങൾ ഓരിലല്ലേ കേൾക്കുന്നത്, ഞങ്ങൾ ഓരിൽ കേൾക്കുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ ആരിൽ കേൾക്കുന്നത്? ഞങ്ങൾ അല്ലാല്ലേ കേൾക്കുന്നത് എല്ലാം, പിന്നെ എല്ലാം അല്ലാല്ലേ. അപ്പൊ നിന്നെ ഓടുന്ന വിളിച്ചിട്ട് ഫോൺ ആക്കി ചെന്ന് കേട്ടല്ല, നീ ആ ചാർജർ കടത്തിയിട്ട് അപ്പൊ ഞങ്ങൾ ഓളിൽ കേട്ടെ ചാർജർ, നീ ആ ചാർജർ റോട്ടിലൊക്കെ കടത്തിയിറും ചെന്ന് കേട്ടല്ല ഫോൺ ആക്കിയിട്ട്. അപ്പൊ നീ ചാർജർ അങ്ങനെ കേട്ടെ, അത് ഓളിൽ കേൾക്കാൻ കഴിയലല്ലേ, നീ അല്ലാടനെ കേൾക്കണ്ടേ? അത് ദുനിയാവിലല്ലേ, അത് മരിച്ചിട്ടല്ലേ. അപ്പൊ ഷിർക്കിന് അങ്ങനെ ഉണ്ടോ? ഷിർക്കാവണമെങ്കിൽ മരിക്കണോ, പരലോകത്തേക്ക് പോണോ, ഖബറിന്റെ ഉള്ളിലാണോ, അറബ് നാട്ടിലേക്ക് പോണോ, അഫ്ഗാനിസ്ഥാനിലേക്ക് പോണോ, അങ്ങനത്തെ കണക്കുണ്ടോ? ഷിർക്കിയാട് ഷിർക്കന്നല്ലേ. ഷിർക്ക് ഹയാത്ത് കാലത്ത് ഷിർക്കായത്, മരണശേഷവും ഷിർക്കന്നെ. ഹയാത്ത് കാലത്ത് തൗഹീദായത്, മരണശേഷവും തൗഹീദ് തന്നെ. പരലോകത്ത് തൗഹീദ്, ദുനിയാവിലും തൗഹീദ് തന്നെ. ദുനിയാവിലെ ഷിർക്ക്, പരലോകത്ത് ഷിർക്ക് തന്നെ. പിന്നെ ഇത് ഔടല്ലേ ഊടല്ലേ, അത് ജീവത്തിലല്ലേ, ഇത് മരിച്ചിട്ടല്ലേ കേൾക്കുന്നതിന്? അങ്ങനെ ഉണ്ടായിരിക്കും. അള്ളാന്റെ ആയത്തല്ലേ, അള്ളാന്റെ ആയത്തന്നെ. ആയത്തിനൊന്നും മിസ്റ്റേക്കില്ല, നീ അർത്ഥം വെച്ചേ തെറ്റി, നീ മനസ്സിലാക്കിയതാണ് മിസ്റ്റേക്ക്. അതിനെ അള്ളാന്റെ ആയത്തിന് മിസ്റ്റേക്കില്ല. നമുക്ക് കേട്ടാൻ പറഞ്ഞ അള്ളാന്റെ ആയത്ത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അള്ള മതിയാവേ അല്ലേ, പിന്നെ എന്തിന് ഓർവും, പിന്നെ എന്തിന് മുയ്യുദ്ദീൻ ഷേഖ്, പിന്നെ എന്തിന് മമ്പുറം തങ്ങ, പിന്നെ എന്തിന് ബദരീങ്ങ, പിന്നെ എന്തിന് റസൂലുള്ള യാ റസൂലുള്ള യാ റസൂലല്ലാഹ് ഖുദ് ബിയദി എന്നതിന് പറയുന്ന അല്ല പോരെ. അതല്ല പോരാഞ്ഞിട്ട, അതല്ല പോരാഞ്ഞിട്ടല്ല, അല്ല പോരുന്നായിട്ട് തന്നെ. ഇനി പോരിൽ കേട്ടെങ്കിൽ തരുന്നത് അല്ലന്നല്ലേ, ഓർക്ക് കൊടുക്കുന്നതും അല്ലന്നല്ലേ. അങ്ങനെ അപ്പം ഞാൻ കേൾക്കട്ടെ, നീ അല്ലേ ചൊല്ലി അല്ലന്നെ മതി, അല്ല മതി അല്ലേ എന്നല്ലേ നീ കേൾക്കുന്നത്? മതി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇപ്പൊ കിടാക്ക വേണ്ടേ? 4 വേണോ? പെണ്ണ് കെട്ടിനെ ഇല്ല, എപ്പൊ നിനക്ക് കിടാക്കാൻ തന്നെ? അല്ല അത് പെണ്ണ് കെട്ടാണ്ട് കിടാവും. എന്റെ അല്ലാഹ് കഴിയാലേ, ഈസാനെ പിന്നെ മാപ്പിളക്ക് അത് കിടായിട്ട്, അതെന്നെ വിക്ക് ബാപ്പയും ഉമ്മയും ഇല്ലാണ്ടായിട്ട് അതെന്നെ ബിയായിട്ട് നീ അങ്ങനെ ആക്ക്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ല മതിയല്ലേ, നീ മുല്ലേ ഉത്തിരി എണിയല് പഠിച്ചോനെ 4 കിടാവ്, 2 പെണ്ണ് 2 ആണ്, വേണ്ട നോക്ക കിട്ടുന്നില്ലേ? എന്തേ അടിമക്കല്ല പോരെ, അല്ല മതി. പക്ഷെ ഓരോന്നിനും ഓരോ സിസ്റ്റം ഉണ്ട്, ഓരോ മാധ്യമമുണ്ട്, ഓരോരോ വസീലകളുണ്ട്, ഓരോരോ സബബുകളുണ്ട്, ഓരോരോ മീഡിയകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണോ? ആ മീഡിയ ആണ് ഇതല്ല, ഇത് തെറ്റല്ല. ഇതുകൊണ്ട് ഇസ്ലാം അത് പുറത്തു പോകുന്നുമില്ല, തൗഹീദ് കുറയുന്നുമില്ല. പിന്നാലെ ഒരു ചങ്ങയിൽ പ്രസംഗം കേട്ടില്ല കുറച്ച് നാൾക്ക് മുന്നേ, ഇപ്പൊ ഒരാഴ്ച എത്ര ഈ ജിഗിർലി ചങ്ങായി തൊണ്ടകീർന്ന് പറഞ്ഞ ഈ കാണുന്ന കോടാന കോടി സുന്നികള്, ഈ കാണുന്ന കോടാന കോടി മുസ്ലിമീങ്ങള്, ഈ കാണുന്ന കോടാന കോടി സമസ്തക്കാർ പക്കാ കാഫിരീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്. അവർ ഫിറൗനെക്കാളും വലിയ കാഫിരീങ്ങളാണ്, അബൂജഹലിനെക്കാളും വലിയ മുശ്രിക്കാണ് എന്നതിന് എൻ്റെ 1000 തെളിവുണ്ട്. ഓന്റെ പ്രസംഗം ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് പേര് പറയലും സംഘടന പറയലും അല്ല ഉദ്ദേശം. നമ്മൾ ഈമാന് തെറ്റിപ്പോണ്ട, ജാഗ്രത ആക്കണോ? പേര് പറയാത്തതും സംഘടന പറയാത്തതും പേടിച്ചിട്ടുമല്ല, നമ്മ കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. അയാൾ പ്രസംഗിക്കുന്നതാണ്. ഈ ഇരിക്കുന്ന നിങ്ങളില്ലേ, ഹദ്ദാദെടുത്ത് മൗലിദോദേ ദിക്ർ ചൊല്ല്, നിസ്കാരത്തിന്റെ പിന്നെ ദുആരെന്ന് കണക്കനുസരിച്ച് സദഖ കൊടുത്ത് സക്കാത്ത് കൊടുത്ത് കലാവാത്ത പോലെ ജാഗ്രത ആക്കിയിട്ട് നിസ്കരിച്ചിട്ട് നല്ല ചന്തത്തില് കണ്ണുന്നാവും ജാഗ്രതയാക്കിയിട്ട് എപ്പോഴും നിസ്കാരത്തിലും ഇബാദത്തിലും കഴിയുന്ന നിങ്ങ, മക്കളെ നല്ല പോലെ പഠിപ്പിക്കുന്ന നിങ്ങ, എല്ലാം കൊണ്ടും അല്ലാഹുവിനെ പേടിച്ചിട്ട് ജീവിക്കുന്ന നിങ്ങ, ഒരു 4 സലാത്ത് ചൊല്ലി 4 സലാത്ത് ചൊല്ലി എന്നതിന്റെ പേരില്, ഒരു ഹദ്ദാദ് റാത്തിബ് ചൊല്ലി എന്നതിന്റെ പേരില്, ഒരു മൗലിദോദി എന്നതിന്റെ പേരില് യാ റസൂലല്ലാഹ് യാ ബദരീങ്ങളെ എന്ന് വിളിച്ചതിന്റെ പേരില് നിങ്ങ കാഫിറാണോലോ, നിങ്ങ മുശ്രിക്കാണോലോ? അത് പറയാൻ അയാളില് 1000 തെളിവുണ്ടോലോ. എങ്ങനെയുണ്ടോ?
എങ്ങനെയുണ്ട്? ഈ മനുഷ്യൻ കാഫർ എന്ന് പറയാൻ 1000 തെളിവ് എൻ്റെ കയ്യിൽ. നമ്മളെ മഹാന്മാർ പഠിപ്പിച്ചെന്തറിഞ്ഞ, പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചെന്തറിഞ്ഞ, ഒരാൾ എന്തെങ്കിലും ചൊല്ലി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പച്ചക്ക് നോക്കുമ്പോ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ അതിനെല്ലാം എങ്ങനെ നോക്കിയെങ്കിലും അർത്ഥം വെച്ചെങ്കിലും ആ പറഞ്ഞത് തെറ്റന്നെ, എങ്ങനെ നോക്കിയെങ്കിലും ആയെങ്കിലും എന്നാലും അതിനെ എങ്ങനെങ്കിലും തെറ്റല്ലാത്ത പോലെ നീ വ്യാഖ്യാനിച്ചിരണോ. മനുഷ്യന്മാരുടെ വാക്കുകളെ നീ നല്ല നിലക്ക് വ്യാഖ്യാനിക്കണം, നല്ല നിലക്ക് വ്യാഖ്യാനിക്കണം. അതായത് ആരെയും ഗഫറാക്കാനും മുശ്രിക്കാക്കാനും നിൽക്കണ്ട. ഒരാളെ വിഷയം കേട്ടിട്ട് കള്ളനാണ് കൊള്ളക്കാരന് പറയാൻ നിൽക്കണ്ട. ഒരാളെ വാക്ക് കേട്ടിട്ട് വേണ്ടാത്തരം ചെയ്തു, അങ്ങനെ ചെയ്തു, അതാത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എന്ന് വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. കഴിവതും നീ നല്ല നിലക്ക് വ്യാഖ്യാനിച്ചോ എന്നാണ് ഞങ്ങളെ മഹാന്മാർ പഠിപ്പിച്ചതെങ്കിൽ ഇവർ നാഗയ്ക്ക് 40 വട്ടം പച്ചക്ക് പറയാണ് ഒരു എളുപ്പമില്ലാതെ. കഫറാണ് മുശ്രിക്കാണ്, കഫറാണ് മുശ്രിക്കാണെന്ന്. എന്നാ ഇവർ പറയണ്ട റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി ഈ പറഞ്ഞ സഹാബി കഫറാണെന്ന്. ശരിയല്ല. സഹാബത്തിനെ പറ്റി അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഇത് സ്വഹിയായ ഹദീസാണ്. ഇത് എവിടെന്നോ എടുത്ത വാറോലയല്ല, ഇത് ആരോ പറഞ്ഞ രാക്കഥയല്ല. എത്രയോ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടോക്ക്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു താരീഖുൽ കബീറില്, ഇമാം ഹാഫിൽ ഇബ്നു കസീർ തങ്ങള് അവിടുത്തെ മുസ്നദില്, ഇമാം സുയൂത്തി തങ്ങള് അവിടുത്തെ ഗ്രന്ഥം ജാമിഉൽ അഹാദീസില്, ഇമാം ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫില്, ഇമാം ബൈഹഖി അവിടുത്തെ ഗ്രന്ഥം ദലായിലുൻ നുബുവയില്, ഇമാം അബൂബക്കർ ഇബ്നു ഖുസൈമ അവിടുത്തെ താരീഖ് ഇബ്നു ഖുസൈമയില്, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫതുൽ ബാരിയില്, ഇമാം ഇബ്നു അബ്ദുൽ ബർ അവിടുത്തെ ഇസ്തിയാബില്, ഇമാം മുഹിബ്ബുത്തിബരി അവിടുത്തെ അർറിയാദുൻ നളീറ ഫീ മനാഖിബിൽ അശ്റ എന്ന ഗ്രന്ഥത്തില്, ഇമാം ഇബ്നു അസാകിർ അവിടുത്തെ താരീഖ് ദിമസ്കില്, ഇമാം അബ്ദുൽ മലിക് ഇബ്നു അൽ ഉസാമ അവിടുത്തെ ഗ്രന്ഥത്തില്, ഇമാം ഹാഫിൽ ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയില്, ഇമാം ദഹബി അവിടുത്തെ മശായിർ വൽ അഅലാം എന്ന ഗ്രന്ഥത്തില്, ഇമാം അസ്സുംഊദി അവിടുത്തെ ഗ്രന്ഥത്തില്, ഇമാം ഇബ്നു അബ്ദുൽ ബാഖി അസ്സുർഖാനി അവിടുത്തെ സുർഖാനി എന്ന ഗ്രന്ഥത്തില്. എത്ര കിതാബായി? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലേന്ന് ഇങ്ങോട്ടോക്കി. ഇത് 1000 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാന്മാരാണ് പലരും. ഇനിയുണ്ട് കിതാബായിട്ടില്ല. ഇമാം ദഹബി അവിടുത്തെ സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തില് അങ്ങനെ 10-25-30ഓളം കിതാബുകളില് ഞാൻ നേരത്തെ പറഞ്ഞ ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തേക്ക് വന്ന സഹാബിന്റെ കഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഓറന്ത് ഇതെല്ലാം ഷിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി എഴുതിയതാ. അയാൾ ചെയ്തത് ഷിർക്കാണ്, ആ മുശ്രിക്കാണ്, റസൂലിന്റെ പോയിട്ട് കേട്ടത് ശരിയല്ല എന്ന് പറയാനാ ഓറൽ എഴുതിയത്. ഓർക്കെന്ത് ഷിർക്കും തൗഹീദും പറഞ്ഞിട്ടില്ല. ഈ പാപക്കറ നീ എവിടെ കൊണ്ടുപോയിട്ട് കഴുകും? കോടാനക്കോടി മുസ്ലിമീങ്ങളെ നല്ലവരെ കാലം കഴിഞ്ഞു പോയ മഹാന്മാരെ മഹോന്നതരെ കാഫറാക്കിയിട്ട് ഏത് ലോകത്താ നീ പോയി ജീവിക്കുക? ഏത് മശ്ശറയിലാണ് നീ രക്ഷപ്പെടുക? ജാഗ്രത പാടില്ല. സഹാബികളെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കരുത്. സഹാബികളെ പിന്തുടരണ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട്. കാരണം അവർ അല്ലാഹ് പൊരുത്തപ്പെട്ട കൂട്ടരാണ്, അവർ അല്ലാഹ് പ്രശംസിക്കപ്പെട്ട കൂട്ടരാണ്, അവർ ലോകത്ത് പ്രമാണമാണ്, അവർ ലോകത്ത് ഇസ്ലാമിന്റെ തെളിവാണ്. സഹാബത്തില്ലെങ്കിൽ പിന്നെന്ത് ഖുർആന്? സഹാബത്തില്ലെങ്കിൽ പിന്നെന്ത് ഹദീസ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂൻ. നേരത്തെ ഉസ്താദ് ഓതിയല്ല, തുടക്കത്തിൽ ഉസ്താദ് ഓതിയ ആയത്തല്ല. ആ ആയത്തിൽ അല്ലാഹ് പറഞ്ഞെന്തറിയാ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അൻസാരികളും മുഹാജിരീങ്ങളുമായ സഹാബികള് തങ്ങളെ സഹാബത്ത് അവരാരറിയുമോ? അവരെ നല്ല നിലക്ക് ഫോളോ ചെയ്തവര് മഹാന്മാര്, ആലിമീങ്ങള്, മുഅ്മിനീങ്ങള്, സഹാബത്തിനെ നല്ല നിലക്ക് ഫോളോ ചെയ്തവര്, അവരെ പിന്തുടരുന്നവര്, സഹാബത്തിനെ ഇത്തിബാ ചെയ്തവര് റളിയല്ലാഹു അൻഹും വറളൂൻ.
അള്ളാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അവർ അള്ളാഹിനെ പറ്റിയും വലിയ ഇഷ്ടത്തിലാണ്. അവർക്ക് അള്ളാഹിന്റെ വലിയ റിളയുണ്ട്, തൃപ്തിയുണ്ട്. മാത്രമല്ല വഅദലഹും ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. അതേ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ശാശ്വതമായ സുഖലോക സ്വർഗത്തില് കാലാകാലം അവർ ജീവിക്കുന്നവരാണ്. സഹാബത്തും അവരെ ഫോളോ ചെയ്തവരും. സഹാബത്ത് ചെറിയവരല്ല. അവർ ദീനിൽ തെളിവല്ല എന്ന് പറയാൻ നിൽക്കണ്ട. അവർ കൊള്ളില്ല എന്ന് പറയാൻ നിൽക്കണ്ട. അവർ അല്ലാഹുവിന്റെ സ്വർഗലോകത്തിലാണ്. അവർക്ക് അല്ലാഹുവിന്റെ റിളയുണ്ട്, തൃപ്തിയുണ്ട്. ദാലികൽ ഫൗസുൽ അളീം. അത് വലിയ വിജയമാണ്. അത് വണ്ണമായ വിജയമാണ്. അതുകൊണ്ട് ആ സഹാബത്തിനെ ഫോളോ ചെയ്തോ. സഹാബത്തിനെ മറന്നിട്ട് കളിക്കണ്ട. അവരെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. അവർ ദീനറിയാത്തവരല്ല. അവർ റസൂലുള്ളാഹിനെ കണ്ടവരാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പല്ല, എത്ര മണിയോളം? 9 മണിക്ക് ഇവിടെ സ്റ്റേജ് ഉസ്താദുമാർ വന്നിന്. ഞാനൊരു 9:16 ഞാൻ നിന്നിന്, 17. ഇനി എത്ര മണിയോളം പോവാം? ഒരു 10, 17, 11 പോവാം. എത്ര മണിയോളം നിങ്ങൾ പറയും? കുറേ നീട്ടണ്ട. നാളെ ഉണ്ട്, മറ്റൊന്നുണ്ട് പരിപാടി. വലിയ വലിയ ഉസ്താദുമാര്, തങ്ങന്മാരത് മാത്രമല്ല. സ്കൂളിൽ ലീവാണെങ്കിലും മദ്രസം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എന്തും ഇല്ലെങ്കിലും നല്ലോണം മഞ്ഞ് വീണുമുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം നന്നും ഷോർട്ടാക്കണമെന്നുമല്ല, എന്നാലും ടൈം വേണം. എത്ര മണിയോളം? ലിമിറ്റ് പറയും. ആര് പറഞ്ഞോ ലിമിറ്റ് പറയാൻ? ഇപ്പൊ കമ്മിറ്റി മീറ്റിംഗ് കൊണ്ടുവരണം. അല്ല സാധാ ലിമിറ്റ് പറയാൻ കമ്മിറ്റി മീറ്റിംഗ് കൊണ്ടുവന്നുണ്ട്. ഒരു 11 മണിയോളം മതിയല്ലേ? ദുആ അല്ലാകുമ്പോൾ 11:15 തീർക്കല്ലേ? തീർന്നില്ലേ? പിന്നെ നിർത്തണം. അല്ലല്ലേ? തിരക്കുള്ളവർ വലിയ കാര്യങ്ങൾ. ഏതായാലും ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ സംഘാടകർ വരുന്നുണ്ട്. നല്ലൊരു പൈസ അതിലേക്ക് ഇട്ടുകൊടുക്കണം. അള്ളാഹു കൊടുത്തതിലും ബാക്കി. ഒരുത്തം പോയിട്ടാകുമ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് എല്ലാവരും പോയിക്കോളും. ഫുട്ബോൾ കളി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സുബയോളം കുത്തിരിക്കാലാ. ഞാൻ ഡേ നൈറ്റ് മാച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ബാല്യക്കാർക്ക് എത്ര പേർ നടുകടി നോക്കിയാലാ, എത്ര പേർ അവർക്ക് കാൾ തിരിക്കുന്ന നോക്കിയാലാ. ആടെ പോയിട്ട് ഇങ്ങനെ വെറുതെ ബണ്ടലടിക്കുന്നതല്ലേ. ഇപ്പം നിങ്ങൾ പോയവർ നേരെ പറക്കോയിട്ട് ഉറങ്ങുന്നതല്ല. നിങ്ങൾ പോയിട്ടും ജസ്റ്റ് ഒന്ന് നോക്കി ഓർത്തായുണ്ട്. ഇങ്ങനെ അവരെ പറഞ്ഞിട്ട് കൊണ്ടുവരണമെന്നില്ല. അവർക്ക് അത്രയാണ് അല്ലാഹു തൗഫീഖ് കണക്കാക്കിയതെങ്കിൽ അത്ര. ഞമ്മതിനൊന്നും ആരും കുറ്റപ്പെടുത്തിയ കാര്യമില്ല. എന്നാലും പറയണമല്ലോ, സംഗതി പറയണമല്ലോ. നിങ്ങൾ ഈ സല്ലാണത്തിട്ടെങ്കിലും നമ്മളെ ആക്ഷേപിച്ചെങ്കിലും സംഗതി നേറന്നല്ലേ. അല്ല, ഒരു കളിയാ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട. ബേക്കളം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആടിപ്പോ പോയിനെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര നേരം ചുറ്റല്ല ഞോറ്. ആടി ഇന്നലെ ഒരാൾ മരിച്ചിനി, 2 മരിച്ചിനിയിൽ ആട്ടിച്ചാർജ് തിന്ന് പോകാതിരി കെട്ടിയ. എന്റെ ഈടെ ഇരുന്നിട്ടാകുമ്പോ ഫോൺ വരുന്ന ചോറ്, തിരക്ക് ചോറ്, നടുകടയുന്ന ചോറ്, സിഗരറ്റ് വലിക്കാൻ തോന്നുന്ന ചോറ്. ഇന്നോളം വിളിക്കാത്ത ഏളാമാന്റെ മിസ് കോളും ഇന്നുണ്ട്. സംഗതിന്റെ ബാക്ക് നല്ല ഒരുത്തം കളിച്ചോണ്ടുള്ളോ. നമുക്കത് ഓനെ പിടികിട്ടിട്ടേ ഇല്ല. ഓന്റെ പേരാണ് ഇബ്ലീസ്. അവനാണ് ഈ പണിയെടുക്കുന്നത്. കാരണം അവന് ഈടെ ഇരുത്തം ഇഷ്ടമല്ല. കാരണം ഇത് സ്വർഗത്തിന്റെ തോപ്പ. ഈ ഇരുത്തത്തിന് 1000 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയുണ്ട്. ഇവിടെയുള്ള മജ്ലിസിൽ ഇജാബത്തുണ്ട്. കളിതമാശ പറയുന്നതല്ല. നിങ്ങൾ ചിരിച്ച ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏതോ വെറുതെ പിന്നെ വണ്ടലടിക്കുന്നതല്ല. ഇത് ദീനാണ്. ഇത് കളിയാക്കരുത്, ഇത് തമാശയാക്കരുത്, ഇത് പരിഹസിക്കപ്പെടരുത്, ഇതിനെ കൊച്ചാക്കരുത്. അത് വലിയ കുരുത്തക്കേടാണ്. അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ. പിന്നെ തിരക്കുള്ളവർ പോയിക്കോളി, പ്രശ്നമില്ല. ഇപ്പം നമ്മളെ നേതാക്കന്മാർ, കമ്മിറ്റി നേതാക്കന്മാർ അവിടെ കുറേ ആളുണ്ട്. അവർ എഴുതുന്നു, വായിക്കുന്നു, അവർക്ക് കുറെ സെറ്റാക്കണോ, അത് ശരി. അവർ എല്ലാവരും മറ്റേ ഇടുന്ന സംഗതി അടുപ്പോ. എഴുതേണ്ടവർ എഴുതണ്ടേ, വായിക്കേണ്ടവർ വായിക്കണ്ടേ. ഇതങ്ങനെയല്ല. ഇത് 5 മിനിറ്റ് വരും, ലൈക്ക് അടിക്കുമ്പോ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുമ്പോ. ഈടെന്നല്ല, മൊത്തത്തിൽ ഈടിപ്പം അങ്ങനെ ആരും പോയിട്ടൊന്നുമില്ല. ഞാൻ വിഷയം പറഞ്ഞു അങ്ങനെ പോകണമെന്നില്ല, അർജന്റ് ആക്കണമെന്നില്ല. സ്വഭയോളം നിങ്ങളുടെ കാലിലേക്ക് ചങ്ങലിട്ടിട്ട് കെട്ടിട്ടിടുന്നില്ല. അത്രമേ നടുകടയുന്നെന്തമ്മാ. സ്വഭത്തിന് പിടിച്ചിട്ട് അസ്രോളം മൂത്രം വീത്താത്തോനെ ഇപ്പം മൂത്രം പിടിച്ചു.
എന്ത് ഇത്ര നേരത്തെ കിഡ്നിന്റെ സ്വിച്ച് ബന്ധായിട്ടുണ്ടായിനാ? അല്ല, അത് ആ ചങ്ങയാണ് ഇപ്പൊ ഓണാക്കിയ. ആരി ആരി പഞ്ചായത്ത് മെമ്പറല്ല, ഇബ്ലീസ്. അപ്പൊ അവനോട് നമ്മൾ ജിഹാദ് നടത്തണം. ജിഹാദി അല്ലെങ്കിൽ അത് അല്ലാണ്ട് ഡിസംബർ 6 റോഡിൽ ടയർ കത്തിക്കുന്നതല്ല ജിഹാദ്. ജിഹാദി അല്ലെങ്കിൽ ഇബ്ലീസിനോട് എതിരിട. അവന്റെ ആശകൾക്ക് ഞങ്ങൾ എതിരാവുക, അവന്റെ ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ എതിരാവുക, അവന്റെ ഇച്ഛകൾക്ക് ഞങ്ങൾ എതിരാവുക. അതാണ് ജിഹാദ്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ തീർന്നില്ല, കൊല്ലത്തിലൊരിക്കലേ കിട്ടുന്ന എപ്പോഴും ഉണ്ടാ. അപ്പൊ ഇത് കുറച്ചു നേരം കേക്കി ഞമ്മ ഈ വിഷയം ചെല്ലാൻ കാരണം പറഞ്ഞാ സത്യത്തില് ഇത് കുറെ മനുഷ്യന്മാർ എന്തല്ലോ ചില നല്ല മനുഷ്യന്മാർക്കും ഒരു പേടി. എന്ത് എല്ലാവരും ആയത്ത് ഓതുന്നു, ഹദീസ് ഓതുന്നു, ഓറും അങ്ങനെ ആയത്ത് ഓതുന്നു, ഹദീസ് ഓതുന്നു. നമ്മ എന്താ ഞങ്ങൾക്ക് എന്തും തിരിയുന്നില്ല എന്ന്. അതിന് അങ്ങനെ എന്ത് ബേജാറാണെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് തിരിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആകെ ഈ മട്ടക്കാണ ചവിട്ടിയ പോലെ നടുവിൽ നിൽക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ കറക്റ്റ് നിന്നെങ്കിലേ ഇത് കറക്റ്റ്. നിങ്ങൾ നോക്കി ഇതെല്ലാം ചെല്ലിയിട്ട് പിടിച്ചിട്ട് പോയ മനുഷ്യന്മാർ ഈമാനോടെ മരിച്ചിട്ട് പോയിട്ട് മഹാനായ വലിയുള്ളാഹി സി കോയക്കുട്ടി മുസ്ലിയാർ. കേരളക്കര കണ്ട ഏറ്റവും വലിയ മഹാനാണ്, പണ്ഡിതനാണ്. മഹാനായ വലിയുള്ളാഹി ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ഖലീഫയാണ്. എങ്ങനെ മരിച്ചേ? എത്ര വലിയ കുത്തുബിയത്തിന്റെ ആള്. അയാള് നേതൃത്വം കൊടുക്കാത്ത കുത്തുബിയത്തിന്റെ മജ്ലിസ് കുറവാണ്. അയാള് നേതൃത്വം കൊടുക്കാത്ത സ്വലാത്തിന്റെ മജ്ലിസ് കുറവാണ്. അയാൾ നേതൃത്വം കൊടുക്കാത്ത ആത്മീയ മജ്ലിസുകൾ കുറവാണ്. പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്, തികഞ്ഞ ആലിമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നീണ്ടകാലത്ത് പ്രസിഡന്റ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, മരണം എങ്ങനെറിയോ സംഭവിച്ച? ദിക്റ് ചൊല്ലിക്ക് മഹാനായ വലിയുള്ളാഹി ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ദിക്റ് മജ്ലിസ് ഉണ്ട്, ദിക്റിന്റെ ഹൽക്കയുണ്ട്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടമാണ്. ആ ദിക്റിന്റെ മജ്ലിസിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹിയുദ്ദീൻ റാത്തിബിലുള്ള പോലെ, റിഫായി റാത്തിബിലുള്ള പോലെ, അദ്ദാദ് റാത്തിബിലുള്ളതുപോലെ 10 വട്ടമോ 50 വട്ടമോ 100 വട്ടമോ അല്ല, 1000 വട്ടമാണ് ആ ദിക്റിന്റെ മജ്ലിസിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനരായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് ആ ദിക്റിന് നേതൃത്വം നൽകുന്നു. 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലി 1000 വട്ടം ചൊല്ലി തീർന്ന ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത്ര നല്ല മരണമാ. ഞങ്ങളെ ഉമ്മമാനെ കണ്ടില്ല, ഞങ്ങളെ ഉപ്പാപ്പമാരെ കണ്ടില്ല, ഞങ്ങളെ ആലിമീങ്ങളെ കണ്ടില്ല, ഞങ്ങളെ ഉസ്താദുമാരെ കണ്ടില്ല. ഹദ്ദാദ് എടുത്തവർ, ദിക്ർ എടുത്തവർ, വഅദ് പറഞ്ഞവർ, മൗലിദ് ഓതിയവർ, സിയാറത്ത് ചെയ്തവർ, തറാവീഹ് 20 നിസ്കരിച്ചവർ, അവർ ഇതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പുഞ്ചിരിച്ചിട്ട് മരിച്ചു. പ്രശോഭിക്കുന്ന മുഖവുമായി മരണപ്പെട്ടു. ഒരു വേള ഇതെല്ലാം ബിദ്അത്തായിരുന്നുവെങ്കിൽ, ഇത് ശിർക്കായിരുന്നുവെങ്കിൽ, അവർ ഇതിന്റെ പേരിൽ മുശ്രിക്കായിരുന്നുവെങ്കിൽ അവർക്ക് ഈ തൗഫീഖ് കിട്ടട്ടെ ആയിരുന്നു, ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. ഞങ്ങളെ ഉസ്താദ് ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദ് മഹാനരായ ശൈഖുനാ മർഹൂം ഖാസിം ഉസ്താദ് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങളെല്ലാരും അറിയുന്നവരുമാവും. കുമ്പള ഖാസിം മൊയിലാർച്ച എന്ന് പറയുന്നോറ്, മൊഗറാല് ഖാസിം ഉസ്താദ് എന്ന് പറയുന്നോറ്, ഏതുവാവട്ടെ മഹാനരായ ശൈഖുനാ ഞങ്ങളെ ഉസ്താദ് ശൈഖുനാ ഖാസിം ഉസ്താദ് ആ മഹാന റുദുല്ലജ്ജ് 9 അറഫ നോമ്പ് നോക്കിയിട്ട് നേരെ മൂസോടി കടപ്പുറത്തുള്ള ബാബാ ഫഖറുദ്ദീൻ വലിയുള്ളാഹി തങ്ങളെ മഖാം സിയാറത്ത് ചെയ്യുന്നു. എന്നിട്ട് കാറിൽ കയറുന്നു. തസ്ബീഹിന്റെ മാല അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു. തുബിയത്തിന്റെ ആളല്ല, ഇമാം ഷാഫി തങ്ങളെ മൗലിദ് എഴുതിയ ആളല്ല, ഞങ്ങളെ ഉസ്താദ് ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഉസ്താദ്, നീണ്ട 5 പതിറ്റാണ്ടിലേറെ ഞങ്ങളെ അങ്കടി മുകർന്ന ഈ നാടിന് വലിയ ആത്മീയ നേതൃത്വം നൽകിയ ഉസ്താദ്, പല മഹല്ലത്തിന്റെയും ഖാളിയായിരുന്ന ഉസ്താദ്, സർവരാലും ആദരണീയരായ ഉസ്താദ്, പാർട്ടി നോക്കാതെ പങ്കട നോക്കാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ആദരിച്ച ഉസ്താദ് ശൈഖുനാ അബ്ദുൽ അസീസ് മുസ്ലിയാർ അങ്കടി മുഗറ
സുബ്ഹാനല്ലാഹ്. ശുഭ്രവസ്ത്രധാരിയായ എപ്പോഴും വെള്ളവസ്ത്രം വെള്ള തലയിക്കെട്ട് ധരിച്ചിട്ട് ശാന്തനായി നടക്കുന്ന മനുഷ്യന്, എല്ലാവരോടും സുഖവിവരം കേട്ടിട്ട് പുഞ്ചിരിക്കുന്ന മനുഷ്യന്, എളിമയുടെ എല്ലാമായി ജീവിച്ച മനുഷ്യന്, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ, വയസ്സന്മാരെന്നോ ബാല്യക്കാരെന്നോ വ്യത്യാസമില്ലാതെ, പണ്ഡിതന്മാരെന്നോ പാമരന്മാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഇടപഴകിയ മഹാൻ ശൈഖുനാ അങ്കഡ് മുഗർ ഖാലിഖ് അസീസ് ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ. എത്ര നല്ല മരണമാ! ആ മയ്യത്ത് കണ്ടവർക്കത് ബോധ്യമല്ലേ? എന്തേ അവർ സിയാറത്ത് ചെയ്തില്ല? അവർ മൗലിദ് ഓതിയില്ല? അവർ കുത്തുബിയത്തിന് നേതൃത്വം കൊടുത്തില്ല? അപ്പൊ അവർ മുശ്രിക്കീങ്ങളായതുകൊണ്ടാണോ ഈ നല്ല മരണം കിട്ടിയത്? ഞങ്ങൾ മനുഷ്യന്മാരെ കാഫറാക്കുമ്പോ ജാഗ്രതാക്കണ്ടേ? കണ്ടവന്റെ ബാക്കിൽ പോകുമ്പോ ഞമ്മ ജാഗ്രതാക്കണ്ടേ? അവന്റെ പാട്ടും ബൈത്തും കേട്ടിട്ട്, അവന്റെ കാസറ്റും പ്രസംഗവും കേട്ടിട്ട് അതിൽ ഞങ്ങൾ നല്ലോണം തലപുണ്ണാക്കുന്നതിന് പിന്നെ ഇവരെ ഒന്ന് ഓർക്കണ്ടേ? അതുകൊണ്ട് പുതിയന്റെ ബാക്കിന്ന് വേണ്ട, പുതിയ ആൾക്കാരെ ബാക്കിന്ന് കൂടണ്ട, അവരോട് മാനസികമായ അടുപ്പം വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ആദ്യകാലക്കാർ എങ്ങനെയാണോ, എന്ത് ചെയ്തിട്ടാണോ സ്വാലിഹീങ്ങളായത്, അത് ചെയ്യാതെ പിൽക്കാലക്കാർ സ്വാലിഹീങ്ങളാവേല. ആദ്യകാലക്കാർ സഹാബത്ത്, താബീങ്ങള്, തബൗ താബീങ്ങള്, ഇമാമിങ്ങള്, ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാർ, കോടാനക്കോടി മുസ്ലിമീങ്ങൾ, ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും. അങ്ങനെയുള്ള ആ മഹാന്മാർ, ആ നല്ല കാലത്ത് ജീവിച്ച മുഅ്മിനീങ്ങൾ എടുത്ത പണിയെന്ത്? വിശ്വസിച്ച റൂട്ടെങ്ങനെ, അവർ ചെയ്ത കർമ്മങ്ങളേത്, അവർ പോയ വഴിയെങ്ങനെ, അത് പിന്തുടരാതെ, അത് ഫോളോ ചെയ്യാതെ, അത് അനുധാവനം ചെയ്യാതെ, അത് ജീവിതത്തിൽ പകർത്താതെ, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, പിൽക്കാലക്കാർ അതായത് ഞങ്ങൾ സ്വാലിഹീങ്ങളാവാൻ പോകുന്നില്ല. അവരെടുത്ത പണി നമ്മൾ കൊടുക്കണം. അവർ വിശ്വസിച്ച പോലെ അള്ളാഹനെ വിശ്വസിക്കണം. അവർ ആദരിച്ച പോലെ നമ്മൾ ആദരിക്കണം. അവർ അള്ളാഹിന്റെ ദീനിന്റെ കർമ്മങ്ങൾ ചെയ്ത പോലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണോ? അവർ മലയാളത്തിൽ ഹുത്ത് ബോധിച്ച റസൂലുള്ള മലയാളത്തിൽ ഹുത്ത് ബോധീന. ഇപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെ പ്രസംഗമല്ല തിരിയണ്ടേ. വെള്ളിയാഴ്ച ചില നമ്മളെ പാലക്കാറുണ്ടോ എളുപ്പത്തിൽ കിട്ടുന്ന പോയി വെള്ളിയാഴ്ച ആട് കൂടിയാണ്. ഓനിപ്പോ തിരിഞ്ഞോ തിരിഞ്ഞില്ലെങ്ങോ അതിന് കൂടിനല്ല, ഓ എളുപ്പാന്നല്ലേ എന്റെ പോയി കൂടി ബസ് സ്റ്റാൻഡ് നിൽക്കിയ പാടത്തെ കാണുന്നു. ആകെ പോന്ന വെള്ളിയാഴ്ച ഒന്നു, അതിന്റെ ഇടയിൽ വേറെ നിസ്കാരം ഓനില്ലേ ഇല്ല. പിന്നെ ഓനിപ്പോ തിരിയണോ തിരിക്കണോ ചെല്ലി പോയതുമല്ല, ഒട്ടാരെ എളുപ്പത്തിലാന്നല്ല ചെല്ലി അവിടെ പോന്നോ. അങ്ങനെ പോയിട്ടാകുമ്പോ പയ്യന്തായാലും ആൾക്കുൽത്താന്ന്, അത് വേറെ വിഷയം. അങ്ങനെ പോയ എന്താന്ന്? ആ ജുമ പോയില്ലേ, ആ ജുമ പോയില്ലേ, ജുമ പോകുന്നു. രണ്ടരക്കാത്ത് കറക്റ്റ് നിസ്കരിക്കുന്നില്ലേ? ആ രണ്ടരക്കാത്ത് കറക്റ്റ് നിസ്കരിച്ചാൽ മതിയാവില്ല. കറക്റ്റായിട്ട് രണ്ട് ഹുത്തുബയും ഓതണോ, രണ്ട് ഹുത്തുബയും കേൾക്കണം. കറക്റ്റായിട്ട് കേൾക്കണം. കറക്റ്റായിട്ട് കേൾക്കണ്ടേ? അങ്ങനെ കറക്റ്റായിട്ട് കേൾക്കണില്ലേ? അങ്ങനെ നല്ല കാതെല്ലാം ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് കേൾക്കണമെന്നല്ല, അല്ല അങ്ങനല്ല ഇതിന്റെ അർത്ഥം. അത് മുസ്തഫ നബി തങ്ങൾ ഓതിയ പോലെ നിങ്ങൾ കേൾക്കണം, സഹാബത്ത് ഓതിയ പോലെ നിങ്ങൾ കേൾക്കണം. അതിലൊന്നും മാറ്റം വരുത്താൻ കഴിയ. അതെങ്ങനെ ഓതിനെ അവരെങ്ങനെ ഓതിനെ? അവർ അറബിയിലല്ലോ ഓതിയെ, റസൂലുള്ള മലയാളത്തിൽ ഓതിനെ. അപ്പൊ ഈ ചങ്ങായി തിരിയണ്ടേ? ആർക്ക് തിരിയണ്ടേന്ന്? കൂടിയോന് തിരിയണ്ടേന്ന്. കൂടിയോന് തിരിയണം, നിനക്ക് അതിനെ തിരിക്കണം എന്തേന്ന്? ആ 5 മിനിറ്റിന്റെ 10 മിനിറ്റിന്റെ കുത്തുവാന് നിനക്ക് ഇപ്പൊ നെട്ടും പോയിട്ട് തിരിക്കണം എന്തേ? എന്തായിട്ട് പിന്നെ പ്രസംഗിച്ചെങ്കിലായില്ലേ? നിനക്ക് അതിലുള്ള വിഷയത്തിന് പിന്നെ ചെല്ലേങ്ങായില്ലേ? അല്ല വേണ്ട, പിന്നെ കിട്ടുന്നില്ല, നീ മുന്നേ ചെല്ല്. അത് ഇതെല്ലാം ഉണ്ട്, ശരി തന്നെ. നിനക്ക് അത്ര വലിയ നിർബന്ധമുണ്ട്, നീ മുന്നേ നോക്കുവായി. നിനക്ക് ആ മിമ്പറിന്റെ മേലുള്ള എന്നെ തിരിക്കണം എന്തേന്ന്? ഇപ്പൊ ഈനെ കളിപ്പെടുത്തിന് മുന്നേ പ്രസംഗിക്കാൻ ചെല്ലിയല്ലേ ഉണ്ടായി. മുന്നേ പ്രസംഗിക്കുന്നത് നല്ലല്ല, കറാത്താണ്. മുന്നേ ചെയ്യേണ്ടത് ഖുത്ബാക്ക് മുന്നേ ചെയ്യേണ്ട ആൾക്കാർ സൂറത്തിന്റെ ഓത്ത്, പാരായണം, ദിക്ർ, സലാത്ത്, ഇതാണ്. ആ സുന്നത്തിനൊന്നും ഭംഗം വരാൻ പാടില്ല. അല്ല നിനക്ക് വലിയ ആശയല്ലേ അങ്ങനെ തിരിച്ചിരണോ അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ മുന്നേ തിരിച്ചിരുവ. 10 മിനിറ്റ് മുന്നേ നീ റൂം വന്നിട്ട് അവിടെ നിന്നിട്ട് മലയാളത്തിൽ ചെല്ലും. ബന്ധുക്കളെ ബഹുമാനികളെ ചെല്ലിട്ട് തുടങ്ങി, അല്ലെങ്കിൽ പിന്നെ തുടങ്ങി. നിനക്ക് ഈ മിമ്പറിന്റെ മേലെ ഉള്ള ഈനെന്നെ തിരിക്കണം എന്തേ? തിരിയണ്ടേ? അങ്ങനെ തിരിക്കുന്ന മക്കത്തെ പള്ളി ഇപ്പൊ വാടക വാങ്ങിച്ചാട്ടി ആ ഇമാമോ അയാളങ്ങനെ തിരിക്കണ്ടേ?
മക്കത്തെ പള്ളിയിൽ അയാൾ ഹുത്തുബോധുമ്പോ അവിടെ എത്ര ആളുണ്ട്, ഏത് ലോകക്കാരുണ്ട്, ഏത് ഭാഷക്കാരുണ്ട്, എത്ര നാട്ടുകാരുണ്ട്, അയാൾ ഏത് ഭാഷയിൽ തിരിക്കണ്ടേ? നീ അല്ലേ ചെന്ന് തിരിയണോ ഓ തിരിയണം ചെന്നതിന് പറഞ്ഞ സ്പീച്ച് അർത്ഥം വെച്ച് ശരി തന്നെ, അർത്ഥം സ്പീച്ച് പ്രസംഗം കറക്റ്റ് തന്നെ, അർത്ഥം കറക്റ്റ് തന്നെ. പക്ഷെ അത് എല്ലാ പ്രസംഗം അകടാണെങ്കിൽ ബാങ്ക് ചെല്ലിങ്ങന്ത് നീ അതിന്റെ അക്ഷരം നോക്കിയിട്ട് അർത്ഥം വെക്കുന്നെങ്കിൽ, വാക്ക് നോക്കിയിട്ട് അർത്ഥം വെച്ചിട്ട് നീ പണിയെടുക്കുന്നെങ്കിൽ നീ അതിന്റെ മുന്നേ ബാങ്കിന് തന്നെ മലയാളത്തിലാക്കണോ? ബാങ്ക് ചെല്ലിങ്ങന്ത് അതാണ് അല്ലെ, അതാണ് അറബിയിൽ അതാണ് ചെല്ലിങ്ങന്റെ അർത്ഥം എന്ത്? അൽ ഇഅ്ലാൻ, അനൗൺസ്മെന്റ്. ബാങ്ക് ചെല്ലിങ്കിൽ വരി, നിസ്കാരത്തിലേക്ക് വരി, ഹയ്യാലു സ്വലാഹ് ഹയ്യാലു സ്വലാഹ് എന്ന് ചെല്ലിങ്ങ നിങ്ങൾ നിസ്കാരത്തിന് വരി. മനുഷ്യന്മാരെ ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? നിസ്കാരത്തിന് വരി, പിന്നെ ഒരിക്കൽ നിസ്കാരത്തിന് വരി, ഇനി ഒരിക്കൽ വിജയത്തിലേക്ക് വരി, പിന്നെ ഒരിക്കൽ വിജയത്തിലേക്ക് വരി. ഇനി അല്ലാണ്ട് വേറെ ആരുമില്ല, മുഹമ്മദ് നബി അള്ളാന്റെ റസൂൽ. എന്താ നീ ഇതിന്റെ അർത്ഥം നോക്കിയിട്ട് മലയാളത്തിലാക്കാത്ത? ഇന്നോളത് മലയാളത്തിലാക്കണം ചൊല്ലിട്ടില്ല അതിന്റെ അർത്ഥം നോക്കിയിട്ട്. സ്പീച്ച് നാക്കിട്ട് മലയാളാക്കാൻ പോയത് നീ അങ്ങനെ മക്കത്തെയും മാവൻ താക്കണം പോയിട്ട് ഇപ്പൊ എന്താ റസൂൽ അങ്ങനെ പറഞ്ഞ മലയാളത്തിലാക്കണം? ഇല്ലാതെ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് ആ ഖുതുബ എന്ന് പറയുന്ന ആ പ്രസംഗമില്ല. അത് കേവലം പ്രസംഗമല്ല, അത് കേവലം സ്പീച്ചല്ല. ഹബീബ് പരിശുദ്ധ ഖുർആൻ ആ ഖുതുബയെ സംബന്ധിച്ച് പറഞ്ഞെന്തറിയോ? കേൾക്കണം, ഇത് കണ്ട പള്ളിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച അവിടെ കയറിയിട്ട് നിസ്കാരം ബാത്തിലാക്കണ്ട. നാളെ ആഖിറത്തിൽ ഒരു വേള ഞങ്ങളെ 7 കിതാബ് നോക്കുമ്പോ നിസ്കരിച്ച ജുമാ പോലും 7 കിതാബിലുണ്ടാവല. കാരണം അത് കൂടേണ്ട സ്ഥലത്ത് നീ കൂടിയിട്ടില്ല, ഖുതുബ കേൾക്കേണ്ട ക്രമത്തിൽ നീ കേട്ടിട്ടില്ല, അത് പറയേണ്ട ഭാഷയിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അത് 7 കിതാബിലുണ്ടാവേല. അത് പറയേണ്ട ഭാഷ, അത് ഓഡിയൻസ് കേൾക്കേണ്ട ഭാഷ അറബിയിലായിരിക്കണോ? കാരണം അത് പ്രസംഗമല്ലോ, അത് ദിക്റാണ്. 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. വല്ലക്കാറ് കേട്ടോ, നല്ല പോലെ കേട്ടോ. നാളൊരു വേള എന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് കണ്ടം മുറിച്ചിട്ട് എന്തൊങ്ങൊന്ന് കൂട്ടിയിട്ടും വരും, ചെല്ലാൻ കഴിയാല. പ്രത്യേകിച്ചൂടെ ലൈവുള്ള സ്ഥിതിക്ക് പ്രത്യേകിച്ചും നാളെ എന്തൊക്കെ വരും, എന്തൊക്കെ വരും. ഇയാൾ അങ്ങനെ ചെല്ലി, ഇയാൾ ഇങ്ങനെ ചെല്ലിയത് എന്നിട്ട് കുറെ ആൾ ഫോൺ നോക്കും, പിന്നെ വാട്സപ്പിൽ ഇട്ട് കലക്കും. കലക്കാൻ നേതൃത്വം മൂല്യമാറും, വരുന്ന മൂല്യമാറും. നിങ്ങല്ല, നിങ്ങൾ പേടിക്കാൻ. നാടന്മാർക്ക് പിന്നെയും കുറച്ച് ജാഗ്രത ഉണ്ട്. ഞാനും അതിന് നാളെ ക്ലിപ്പ് ഇടും കേട്ടോ. ഇയാൾ ആലിമീങ്ങൾ എന്നെ പറഞ്ഞിട്ട്, ഇയാൾ മൂല്യമാരെന്നെ പറഞ്ഞിട്ട്. കാരണം വീട്ടിൽ കൊടുത്തിട്ടില്ല ആണ്. ഞാൻ മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ചീത്ത പറയാനോ അതിന് വേണ്ടിയിട്ട് പെന്നെ എടുക്കാനോ അതിന് വേണ്ടി ഷെയറാക്കാനോ നിൽക്കേണ്ടിയവരല്ല. പിന്നെ അസത്യം കാണുമ്പോ, അധർമ്മം കാണുമ്പോ, വിദഅത്ത് കാണുമ്പോ, ലലാലത്ത് കാണുമ്പോ, തെറ്റുകുറ്റങ്ങൾ കാണുമ്പോ അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എഴുത്തുകൊണ്ടും പറച്ചിൽ കൊണ്ടും എതിർക്കുകയും വേണം. അതിൽ ഒരു റീസണും ഇല്ല, എക്സ്ക്യൂസും ഇല്ല, അതിൽ വിട്ടുവീഴ്ചയില്ല. അതേസമയത്ത് ഇല്ലാത്തന്നെ പറയാനും പാടില്ല. ഇരിക്കട്ടെ, ഈ ഖുതുബ ചെല്ലിങ് അത് പ്രസംഗം 4 ചെല്ലില്ലേ? അത് 2 റക്അത്ത്. ളുഹൂർ 4 റക്അത്താണ് അല്ലേ? ശനിയാഴ്ച 4 ളുഹൂർ, ഞായറാഴ്ച 4, തിങ്കളാഴ്ച 4, ചൊവ്വാഴ്ച 4, പിന്നെ ബുധനാഴ്ച. പിന്നെ നാളെ ക്ലിപ്പ് വരും, ഇങ്ങനെ ചെല്ലിയ നേരെ കറക്റ്റ്. വ്യാഴാഴ്ച ളുഹൂർ 4, വെള്ളിയാഴ്ചൻ്റെ ളുഹൂറില്ല, ജുമുഅ. അന്ന് 2 റക്അത്ത് നിസ്കാരവും ബാക്കി 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് ഖുതുബ. അതങ്ങനെ പ്രസംഗാണ്, അത് ദിക്റാണ്. ദിക്റും മഫ്റൂൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അത് ദിക്റാണെന്ന്. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു അത് ദിക്റാണെന്ന്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, യേ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ,
ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, വെള്ളിയാഴ്ചന്റെ ഉച്ചക്ക് ബാങ്ക് വിളിക്കപ്പെട്ടാൽ, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങളാ ദിക്ർ കേൾക്കാൻ വേം പോണോ. നിസ്കാരത്തിന് പോണോന്നല്ല പറഞ്ഞ, നിസ്കാരത്തിന് വിളിക്കപ്പെട്ട നിസ്കാരത്തിന് പോണോന്നാ പറയണ്ടേ. ഇതങ്ങനല്ല പറഞ്ഞ, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ദിക്ർ കേൾക്കാൻ നിങ്ങ പോണോ. അപ്പൊ ആ ദിക്റും നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് അല്ലാഹ് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല അത് ദിക്റാണ്. ഹബീബായ റസൂലുള്ള പറഞ്ഞു, വെള്ളിയാഴ്ച പിന്നെ ഖുതുബ കേൾക്കാൻ വേണ്ടി വരുന്ന ഓരോരുത്തരെയും വാതിൽക്കൽ വെച്ചിട്ട് മഹാന്മാരായ മലായികത്തീങ്ങൾ പേരെഴുതോ. ഖുതുബ തുടങ്ങുന്നതിന് മുന്നേ വരുന്ന ഓരോരുത്തന്റെ പേരും പാപ്പാന്റെ പേരും മലായികത്തീങ്ങൾ അങ്ങനെ എഴുതും. എഴുതിയിട്ട് അവസാനം മിമ്പർലദാ ഖത്തീബ് സാഹിബ് ഖുതുബ ഓതാൻ തുടങ്ങിയാൽ ആ 7 കിതാബില് പേരെഴുതിക്കൊണ്ടിരിക്കുന്ന പിന്നെ മലായികത്തീങ്ങള് ഖുതുബ കേൾക്കാൻ വേണ്ടി വരുന്ന, ജുമാക്ക് വേണ്ടി വരുന്ന ആൾക്കാരുടെ ബയോഡാട്ട രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന മലായികത്തീങ്ങള് ഖത്തീബിച്ച മൊയിലാർച്ച മിമ്പറിൽ കേട്ടിട്ട് കയറിയിട്ട് ഖുതുബോധം തുടങ്ങിയെങ്കിൽ പിന്നെ അവർ ഡയറി മടക്കും. മലായികത്തീങ്ങളെ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്ക് ബന്ധാക്കോ. പിന്നെ അവർ എഴുതാൻ നിൽക്കല. പിന്നെ അവർ പിന്നെ വരുന്നോരെ ലിസ്റ്റ് എടുക്കല. അവർ എന്ത് ചെയ്യുന്നു? മുസ്തഫ റസൂലുള്ള പറയുകയാണ്, അവർ ദിക്ർ കേൾക്കാൻ വേണ്ടിയിട്ട് കടന്നിരിക്കും. ഏതാണ് ആ ദിക്ർ? ഖുതുബ. റസൂലുള്ളയും പറഞ്ഞു ദിക്റാണ്, ഖുർആനും പറഞ്ഞു ദിക്റാണ്. അപ്പൊ അതിന് ചില ഷർത്തും ഫർളെല്ലാം ഉണ്ട്, അതിന് ചില കണ്ടീഷൻ ഉണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്. ഇപ്പൊ നിസ്കാരത്തിന് കുറെ കണ്ടീഷൻ, 14 ഫർളില്ലേ, ഷർത്തില്ലേ, ഇല്ലേ, നോമ്പിനില്ലേ. അതേപോലെ ഖുതുബക്കും, കാരണം ദിക്റാണ്, നിസ്കാരാണ്. അപ്പൊ അതിന് ഷർത്തുണ്ട്, ഫർളുണ്ട്. എന്താണ് ഷർത്ത്? ഷർത്ത് ഇഷ്തർതു ബിൽ അറബിയ, അത് അറബിയിലായിരിക്കൽ ഷർത്ത. ജംഹൂർ, പരിശുദ്ധമായ ദീനിന്റെ പൗരാണികരായ പ്രമാണികരായ മഹാന്മാർ അധിക ആൾക്കാരും പറഞ്ഞു യുസ്തറുതു ബിൽ അറബിയ, അത് അറബി ഭാഷയിൽ തന്നെയാണോ. കാരണം ലിഅന്നഹു ദിക്റും മഫ്റൂളുൻ, അത് ഫർളാക്കപ്പെട്ട ദിക്റാണ്. അത് തിരിയണ്ടേ, അത് മനസ്സിലാന്നല്ലേ, നല്ല സ്പീച്ചല്ല മൗലവിൻ്റെ എന്നും പറഞ്ഞിട്ട് കണ്ട പള്ളിക്കെല്ലാം വെള്ളിയാഴ്ച കയറിയിട്ട് ഉള്ള ജുമാന കണ്ടാക്കിയിരുണ്ട, ബെടക്കാക്കിയിരുണ്ട. എല്ലാം ജാഗ്രത ആയിക്കോളി. നാളെ പരലോകത്ത് പോയി ആ ജുമാ കാണണോ. അതിൽ അറബി ഷർത്താണ്. കത്തശഹൂദി അറബിയിൽ ഷർത്തായതുപോലെ അറബിയിലാവണമെന്ന് പറഞ്ഞതുപോലെ ഖുതുബാന്റെ ഭാഷയും അറബിയിലാവണോ. മാത്രല്ല മുസ്തഫ റസൂലുള്ള പച്ചക്ക് പറഞ്ഞു, എന്തറിയുമോ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടിന്, ഞാൻ റുക്കൂ ചെയ്യുന്നത് നിങ്ങ എങ്ങനെ കണ്ടിന്, ഞാൻ സുജൂദിന് പോകുന്നത് നിങ്ങ എങ്ങനെ കണ്ടിന്, ഞാൻ ഖുതുബ ഓതുന്നത് നിങ്ങ എങ്ങനെ കണ്ടിന്, ഞാൻ സലാം വീട്ടുന്നത് നിങ്ങ എങ്ങനെ കണ്ടിന്. അതേപോലെ നിങ്ങൾ നിസ്കരിക്കണോ, ഖുതുബ ഓതണോ. ഞാൻ ഖുതുബ ഓതിയത് അറബിയിലല്ലേ, നിങ്ങ അങ്ങനല്ലേ കണ്ടിന്. അപ്പൊ നിങ്ങ അറബിയിലെ ഖുതുബ ഓതണോ. ഖാല റസൂലുള്ളാഹ്, ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് വഴിപിഴച്ചവരുടെ കൂടെ പോണ്ട, വഴിതെറ്റിപ്പോയവരുടെ പിന്നാലെ പോണ്ട. മഹാന്മാരെ കാഫിറാക്കുകയും കോടാനക്കോടി മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയും ചെയ്യുന്ന നവീനവാദികളുടെ പിന്നാലെ കൂടണ്ട. അവർ എല്ലാം കൊണ്ടും ബിദ്അത്തിന്റെ അഹ്ലുകാരാണ്. അവർ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. ഞങ്ങളുടെ ദുആ, ലോക മുസ്ലിമീങ്ങളുടെ ദുആ, പ്രത്യേകിച്ച് 5 നേരം നിസ്കാരത്തിൽ 17 വട്ടം നിർബന്ധമായ ദുആ, അല്ലാഹ് ഞങ്ങളോട് ദുആരക്കണോന്ന് പറഞ്ഞ ദുആ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പടച്ചോനെ, നീ ഞങ്ങളെ നേർവഴിയിലാക്കണോ അല്ലാ, ചൊവ്വായ വഴിയിൽ നടത്തണോ അല്ലാ,
ത്രൂ റൂട്ടിൽ കൊണ്ടുപോകണോ അല്ല. ഏതാണ് ആ നേർവഴി, ഏതാണ് ആ ത്രൂ റൂട്ട്? അത് മറ്റൊരായത്തിൽ അല്ല പറഞ്ഞു, സിറാത്തുല്ലദീന അൻഅമല്ലാഹു മഅല്ലദീന അൻഅമല്ലാഹു പിന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ല പറയാണ്, മഅന്നബീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന. പടച്ചോനെ നീ ഞങ്ങളെ നേർവഴിയിലാക്കണേ അല്ലാ. ഫാത്തിഹയിൽ എപ്പോഴും ഞങ്ങൾ തേടുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ചോനെ നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണേ അല്ലാ, നേർവഴിയിലാക്കണേ അല്ലാ. ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് പാർട്ടിയുണ്ട്, ഒരുപാട് ധാരകളുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ഇസങ്ങളുണ്ട്. എന്നാ നിന്നിലേക്ക് എത്തുന്ന വഴി, നീ പഠിപ്പിച്ച വഴി, നിന്റെ ഈമാനിന്റെ വഴി, നിന്റെ റസൂല് കാണിച്ചു തന്ന വഴി, അതാണ് നേർവഴി. ആ വഴിയിൽ നീ ഞങ്ങളെ നടത്തണേ. അതാ ഏതാണ് ആ വഴി? അതുമല്ല പറഞ്ഞു തന്നു, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ വഴി, നിന്റെ വല്ല നിഅമത്ത് ലഭിച്ചവരുടെ വഴി. ആരാണ് അനുഗ്രഹം ലഭിച്ചവരാ? ആരാണവരാ? അത് മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഖുർആനല്ലേ, വമൻ യുതിഇല്ലാഹ വറസൂല فأولئك مع الذين أنعم الله من النبيين والصديقين والشهداء والصالحين. സ്വാലിഹീങ്ങളുടെ വഴി, ശുഹദാക്കളുടെ വഴി, പ്രവാചകന്മാരുടെ വഴി, ഔലിയാക്കളുടെ വഴി, അവരുടെ വഴിയെ പോകണം. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചെറിയ കാലമേ ജീവിക്കാനുള്ള, ചെറിയ ആയുസ് മാത്രമേ ഈ ഉമ്മത്തിനുള്ള. പൂർവകാലത്തുള്ള ജനതക്കല്ല കൊടുത്ത പോലത്തെ ഏജ് ആയുസ് ഞങ്ങൾക്കില്ല. ഉണ്ടാ ഉണ്ടാ പണ്ടുള്ളവർക്കുള്ള അത്ര ഇല്ല, ഞങ്ങൾക്ക് ആയുസില്ല. ഞങ്ങൾക്ക് ഏറിയ 60-70. പിന്നെ ബൈ ചാൻസിൽ ചിലപ്പോ അപ്പുറാവും, അല്ലെങ്കിൽ ഒരിത്തിരി ഇപ്പുറം. എന്നാലും പണ്ടത്തോരെ പോലെ 300, 400, 500, 600, 700, 800, 1000, 1500 അന്നത്തെ ഒരു ഏജ് അങ്ങനെ. ഒരു ജിമ്മിനും പോയിട്ടില്ല, അജമാംസ രസായനം കുടിച്ചിട്ടില്ല. അങ്ങനെ ഓട്ടോമാറ്റിക് ഒരു ഏജ് അങ്ങനെ. ഞങ്ങളിവിടെ മലക്കനെ മറിഞ്ഞിട്ടു എന്തോ ആവാൻ പോകുന്നില്ല. 60-70 ആകുമ്പോൾ ഡിം. അത് ഇതുവരെ ഇനി അങ്ങനെ ഉണ്ടാവും തോന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ, സ്വബൈക്ക് കണ്ടവനും ഉച്ചക്കില്ല ഇല്ല. മുഞ്ഞാനങ്ങനെ എൻ്റെ പറ്റി ഇപ്പുറത്തെ വരെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അയാളെ ആഖിറം സന്തോഷിപ്പിക്കട്ടെ. എൻ്റെ പറഞ്ഞ ഇപ്പുറത്തെ വരെ എൻ്റെ അയൽവാസി, നല്ല അയൽവാസി, അള്ളാഹു താല ആ പരക്കാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ അയൽവാസികൾക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. അവരിലുള്ള രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. ആ പരക്ക്, അതായത് അയാളെ പെങ്ങളെ അളിയൻ്റെ എന്താ പറയുക, അടക്ക് ഓട്ടോറിക്ഷയിൽ വന്നിട്ട് പോയ മനുഷ്യൻ വൈകുന്നേരം 4, 4:30, 5 മണി വൈകുന്നേരം വന്നിട്ട് പോയ മനുഷ്യൻ രാത്രി 2 മണിയാകുമ്പോൾ മരണപ്പെട്ടു. പറയത്തക്ക രോഗങ്ങളില്ല, അങ്ങനെ കിടപ്പിലൊന്നും ആയിട്ടില്ല. പിറ്റേന്ന് വൈകുന്നേരം 5 മണിന്റെ ഉള്ളില് അയാൾ മണ്ണറയിലാണ്. അല്ലാഹു അയാളെ ഖബർ വിശാലമാക്കട്ടെ, സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കട്ടെ. അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങളെ അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ ഭാര്യമാർ മക്കൾക്കും ഞങ്ങളെ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളെ ആങ്ങളെ പെങ്ങന്മാർക്കും ഞങ്ങളെ സ്നേഹജനങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു നിറഞ്ഞ സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹു റാഹത്തേറ്റി കൊടുക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും ഉണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളെ കുടുംബക്കാരില, ഞങ്ങളെ അയൽവാസികളില, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരില ഒരുപാട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. മേലായ റബ്ബ് അവരുടെ രോഗങ്ങളെ മരുന്നില്ലാതെ ശിഫയാക്കട്ടെ, പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങ ആമീൻ ചൊല്ലില്ല അവർക്ക് ചെല്ല്, അല്ലാഹു എല്ലാം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞ എന്റെ വിഷയമായിട്ടുണ്ടായി അത് കഴിഞ്ഞല്ലോ. ഞങ്ങളെ ഏജ് പണ്ടത്തോരെ പോലൊന്നും കുറയില്ല. ഞങ്ങൾ 60-70 പണ്ടത്തോരെ ഏജ് എത്ര നല്ലോണം ഉണ്ടായി. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഇതികാക്കി തീർന്നു. എന്നിട്ട് 5 മിനിറ്റ് നിങ്ങൾ അവൻ്റെ ജിഹാദ് നടത്തിക്കലേ, 5 മിനിറ്റ് നന്നായി ജിഹാദാക്കാൻ അല്ലേ. 5 മിനിറ്റ് ജിഹാദ് എടുത്തിട്ട് ഇരുന്നില്ല. പിന്നെ നമുക്ക് പോയിറ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്ക ഒരു ബാല്യക്കാരെ വന്നിട്ട് പറഞ്ഞോലോ, മൂസാ നബിയെ
എനിക്ക് വേണ്ടി ദ്വാരക്കണോ എന്തിന് കേട്ടു മൂസാ നബി അലൈഹി സ്വലാം അവനോട് പറഞ്ഞോലോ ദീർഘായുസിന് വേണ്ടി ദ്വാരക്കുക. അതെല്ലാവരും ആസല്ല, നമ്മളും അങ്ങനല്ലേ വേണ്ടി. ഒരു നാളെന്നെ മരിച്ചിട്ട് നല്ല ഉണ്ടായി അങ്ങനെ ആഗ്രഹിക്കാനേ പാടില്ല, അങ്ങനെ പറയാനും പാടില്ല. ഞങ്ങളെ കുറെ ആൾക്കാർക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളെ പെണ്ണുങ്ങൾക്ക്. മാപ്പിളുടെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഉമ്മാൻ്റെ വേണമെങ്കിൽ അല്ലെങ്കിൽ ആങ്ങളുടെ വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കുസുകുസാവും വരൻ്റെ ഉള്ളിൽ ആയിട്ടാകുമ്പോൾ ലാസ്റ്റ് ചെന്ന വിഷയം പറഞ്ഞാൽ ഒരിക്കൽ പോയി നല്ല ഉണ്ടായി മരിച്ചിട്ട് കിടക്ക് നീ പോകുന്ന അങ്ങടി മുഖം. ആ കബറിന്റെ ഉള്ളത്തെ അവസ്ഥ അറിഞ്ഞെങ്കിൽ നിനക്ക് വരൻ്റെ ഉള്ളിൽ എപ്പോൾ ആണ്ടുമ്പോൾ കാത്തു തന്നെ അല്ലേ നല്ലേ അല്ലേ? ഒരിക്കൽ മരിച്ചിട്ട് പോയി നല്ല ഉണ്ടായി ഇടക്ക് പോന്നെ നീഞ്ഞ പെറുമുതക്ക അത് കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മെടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. അങ്ങനെ ചെല്ലാൻ നിൽക്കണ്ട. ലാ യതമന്നയന്നകുമുൽ മൗത്ത് മുസ്തഫായ റസൂലുള്ളാഹ്, മുസ്തഫായ റസൂലുള്ളാഹ്. നിങ്ങൾ മരണം ആഗ്രഹിക്കരുത്, നിങ്ങൾ മരണം ആഗ്രഹിക്കരുത്. ഒരിക്കൽ മരിച്ചിട്ട് പോയി നിങ്ങൾ നല്ല ഉണ്ടായിന്ന് പറയരുത്. ദീർഘായുസ് ആഗ്രഹിച്ചോളൂ, അല്ലാഹുടെ അതിനു വേണ്ടി ദുആരുന്നോളൂ. പക്ഷെ ആ ദീർഘായുസ് ഈമാനോടായിരിക്കണം, ഇസ്ലാമിലായിരിക്കണം, ഇബാദത്തിലായിരിക്കണം, നേർവഴിയിലായിരിക്കണം. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലു. മൂസാ നബിന്റെ വന്നിട്ട് പറഞ്ഞ് ദീർഘായുസ് പോകണം, ദുആരക്കണം. മൂസാ നബി കേട്ട് ആ ഇൻഷാ അല്ലാഹ് ദുആരക്ക. ഇപ്പം എത്ര ആയുസുണ്ട്? ദീർഘായുസല്ലേ വേണ്ടിയേ? ഇപ്പം എത്ര ഏജ്? ഇപ്പൊ ഏജ് എത്ര? അപ്പോൾ അയാൾ പറഞ്ഞു 350. അതായത് അന്നത്തെ LKG കിടാവും അർത്ഥം. അതല്ല അയാള് ദീർഘായുസ് പണിയാണ്. 350 ആണ്ട് ബാല്യക്കാരന് 10ാം ക്ലാസ് ആണെന്ന് ആരിക്കറിഞ്ഞു. ഇപ്പൊ 350 ആണ്ടാണ് ആരുടെ. അപ്പൊ ഞമ്മക്ക് അത്രയൊന്നും ഇല്ല. മുഹമ്മദ് 60 ഔ 70 സല്ലിം 60 70 അള്ളാഹു ഞങ്ങൾക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. ആഫിയത്തോടെയുള്ള ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു അവന്റെ പൊരുത്തത്തിലായി നൽകട്ടെ. ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പടച്ചോനെ ഇങ്ങോട്ട് നോക്ക്. അതുകൊണ്ട് അള്ളാഹുടെ എപ്പോഴും ദുആരക്കണോ, ഈമാന് സലാമത്താവാൻ ഞങ്ങളെ മക്കൾക്ക് വേണ്ടി ദുആരക്കണോ. പ്രത്യേകിച്ച് ഇന്നത്തെ ലലാലത്തിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ദുരാചാരങ്ങളിൽ നിന്ന്, വേണ്ടാവൃത്തികളിൽ നിന്ന്, കള്ളകഞ്ചാവിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, പലിശ പട്ടി പോലോത്തതിൽ നിന്ന്, അതുപോലെ തന്നെ ബിദഅത്ത് പുത്തനാശയക്കാരിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും എപ്പോഴും അല്ലാഹുവോട് ദുആരക്കണോ. അല്ലാഹു ദുആക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ നല്ല സമയം നോക്കിയിട്ട് ദുആരുന്നോ. റജബ ഇനിഫിറ്റ് നല്ല നേരം നോക്കിയിട്ട് ദുആരുന്നോ. നിസ്കാരത്തിന്റെ പിന്നെ രാത്രി ഉണങ്ങി എണിച്ചിട്ട് അതല്ല, ഈ നേരെ നല്ല ഫിറ്റായ സമയമാണ് ദുആരക്കാൻ. ഇതുപോലെയുള്ള സ്ഥലത്ത് ഇൽമിന്റെ മജ്ലിസില് നല്ല പണിയെടുത്തിട്ട് അമല് ചെയ്തിട്ട് ദുആരുന്നോ. നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് സ്വതക്ക കൊടുത്തിട്ട് അങ്ങനെല്ലാം ചെയ്തിട്ട് ദുആരുന്നോ. ഇജാബത്തുണ്ടാവും. അല്ലെങ്കിൽ സ്വതക്ക അങ്ങനല്ലേ, സ്വതക്കാൻ ചെല്ലും കൊണ്ടല്ലേ ഈ ദാനധർമ്മം. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് പോയാ ഓറൊന്നും മുണ്ടുന്നേ ഇല്ല. ഞാൻ പെണ്ണിയും തൊണ്ട കയറുന്നു. അത്ര ചൊല്ലാൻ ഇത്ര സമയം വേണം. പോയിനെങ്കിൽ പിന്നെ നന്ന വാല്യൂ ചൊല്ലണമെന്നില്ല, അല്ല അതിനെപ്പറ്റി കൂടുതൽ ചൊല്ലണമെന്നില്ല. പറഞ്ഞിട്ട് അടിച്ചിട്ട് കൂർക്കം വലിക്കുന്നതിന്. ഏതായാലും അൽഹംദുലില്ലാ, കൊടുത്തവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ബാക്കി വെച്ചവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഞങ്ങൾ കൊടുത്ത ദാനധർമ്മത്തിന്റെ സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കി തരട്ടെ. ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ, ഖബറിൽ വിശാലത വേണമെന്നുണ്ടെങ്കിൽ, ഖബറൊക്കെ പ്രകാശിപ്പിക്കണമെങ്കിൽ, അള്ളാന്റെ കോപം തടയപ്പെടണമെങ്കിൽ, ആപത്ത് വിപത്തുകളെ തൊട്ട് അല്ലാഹു കാക്കണമെങ്കിൽ, ദീർഘായുസ് നൽകപ്പെടണമെങ്കിൽ പല വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് സ്വതക്ക ചെയ്യല്, സ്വതക്ക കൊടുക്കല്. ചെറിയ വിഷയമല്ല. 10 രൂപയായാലും 10,000 ആയാലും, ചക്കയായാലും ചക്കച്ചൊളയായാലും, ചോറായാലും മരിയായാലും, എന്തായാലും, പള്ളിക്കായാലും പാവപ്പെട്ടവർക്കായാലും
വിശിഷ്യ ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസുകൾക്കായാലും നിങ്ങൾ കൊടുക്കുന്ന ഓരോ ദാനധർമ്മങ്ങളും അള്ളാന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാണ്. ഒന്ന് കൊടുത്താ അതിന് പകരം അള്ളാഹു 10 തിരിച്ചു തരുന്നു. സ്വതക്ക കൊടുക്കലുകൊണ്ട് അല്ലാഹു ആപത്ത് വിപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കുന്നു. സ്വതക്ക കൊടുക്കലുകൊണ്ട് അല്ലാഹു ദീർഘായുസ് നൽകുന്നു. സ്വതക്ക കൊടുക്കലുകൊണ്ട് അള്ളാന്റെ കോപം തടയപ്പെടുന്നു. സ്വതക്ക കൊടുക്കലുകൊണ്ട് ഖബറല്ല വിശാലമാക്കുന്നു. അല്ലാഹു ഞങ്ങളെ കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. അവന്റെ വഴിയിലേക്ക്, അവന്റെ ദീനിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, കുടുംബക്കാരിലേക്ക്, ഇതുപോലെയുള്ള നല്ല നല്ല മജ്ലിസുകളിലേക്ക്, സ്വന്തത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഹലാലായ സ്വത്തും മുതലും തന്ന് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തന്നതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ മുതല്, ഞങ്ങളെ പൈസ, ഞങ്ങളെ ശമ്പളം അതും മരുന്നിന് ചെലവാക്കിയിട്ട് തീർക്കേണ്ട ഗതികേട് അല്ലാഹു വരുത്താതിരിക്കട്ടെ. അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഞങ്ങളെ സമ്പത്തിന്റെ വിഷയത്തില്, ഞങ്ങളെ കടങ്ങളുടെ വിഷയത്തില് അല്ലാഹു ഞങ്ങളെ വഞ്ചനയിലോ ചതിയിലോ പെടുത്തിക്കളയാതിരിക്കട്ടെ. കൊടുക്കാനുള്ള കടത്തിനും കിട്ടാനുള്ള കടത്തിനും അല്ലാഹു ഹലാലായ വഴി തുറന്നു തരട്ടെ. ഹലാലായ വഴി അല്ലാഹു എളുപ്പമാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നേരത്തെ ഇവിടെ പള്ളി എന്തോ ഒരു വിഷയം പറഞ്ഞു എന്നോട്. ആ സിദ്ദീഖില്ലേ, പോയിട്ട് പറഞ്ഞില്ലേ ഉണ്ടാടെ പോയിട്ട് എന്തോ ഒരു കളക്ഷൻ എന്തോ വിഷയം ചെല്ലി. ഇന്നല്ല, ചെറിയ കളക്ഷൻ അങ്ങനല്ല, ഒരു നാളെ മറ്റൊന്നല്ലായിട്ട് അത് ആക്കണമെന്ന് എന്ത് പ്രത്യേകമായിട്ട് എന്തോ ഉണ്ടാ ഇല്ലല്ലേ? മൊത്തത്തിൽ അല്ലേ? പ്രത്യേക കളക്ഷൻ എന്തോ ഉണ്ട് ഇല്ലല്ലേ? പള്ളിക്ക് മിനാരം, കുബ്ബ, പൈൻറ്റ്, കസാര, ടേബിള് അങ്ങനൊന്നും ഇല്ലല്ലേ? മൊത്തത്തിലല്ലേ? ആട്ട് അല്ലാഹു തആല കൊടുത്തലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. നാളെ അങ്ങനെ, നാളെ മറ്റന്നാളെല്ലാം വരുമ്പോ നെക്സ്റ്റ് അടുത്ത കൊല്ലം 60. ഇവിടെ കൊല്ലത്തോട് കൊല്ലം ഇങ്ങനെ ഇതാക്കുന്നത് അല്ലേ, ഒന്ന് ക്ലിയർ ആക്കുന്നത്. ഇവിടെ എന്തോ ഇങ്ങനെ സ്പീഡിൽ ചെല്ലിന് എൻ്റെ അല്ലേ, എനിക്ക് പെട്ടെന്ന് മറന്നു. ഏതോ ആട്ടി ഇൻഷാ അല്ലാഹ് തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ് 59ാമത്തെ വാർഷിക അല്ലേ? ഇത്ര നീണ്ട കാലം നമ്മളൊന്നും പെറ്റിട്ടേ ഇല്ല. ഇത്ര നല്ലൊരു തുടങ്ങിയ പരിപാടി. ഇൻഷാ അല്ലാഹ് ഇനിയും ടെൻഷനാ വേണ്ടി വരാൽ അല്ലാഹു ഉസ്താദിന്റെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ പള്ളി, ഞങ്ങൾ ഈ മഹല്ലത്തുകാർ എല്ലാവരും വലിയ വലിയ പൈസക്കാരൊന്നും അല്ല, എല്ലാം ഒരു മിഡിൽ പാവങ്ങളും സാധുക്കളുമാണ്. ഇൻഷാ അല്ലാഹ് കൊല്ലത്തോട് കൊല്ലം കൊടുക്കുന്ന ആ പൈസ, റാത്തിബിന്റെ ആ സമയത്ത് അടക്കുന്ന ആ പൈസ, നിങ്ങൾ എഴുതിയ പൈസ, അത് കൊടുത്തിട്ടാണ് ഒരു കൊല്ലത്തെ ശമ്പളവും മറ്റു ചെലവും കാര്യങ്ങളെല്ലാം മഹല്ല് കമ്മിറ്റി വഹിക്കുന്നത്, നടത്തുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളെല്ലാം പരിപാടിയുണ്ട്. നിങ്ങളെല്ലാവരും അതിന് വേണ്ടതൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് സമയം ആയി, 11 കഴിഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നിങ്ങളെ ഇരുത്തം കണ്ടിട്ടാകുമ്പോൾ എനിക്ക് 2 മണിക്കൂർ ആയതും അറിഞ്ഞില്ല. ഇപ്പോഴും നിങ്ങളെ ഇരുത്തവും നിങ്ങളാ മുഖവും കാണുമ്പോൾ ഇനും ഒരു 1.5 മണിക്കൂർ ചെല്ലിറാന്നും ഉണ്ട്. കുറച്ച് വയസ്സിൻ്റെ ഓരെല്ലാം ഉണ്ടല്ലേ, അപ്പം നമ്മൾ പരിഗണിക്കാം. മാത്രമല്ല നാളെയും മറ്റൊന്നും നിങ്ങളും പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാനല്ലേ വരണ്ടേ. അപ്പം ഇന്ന് ചന്ത നിർത്തിയിട്ടാ സമയമായി. അപ്പം നാളെ അങ്ങനെ ഇൻഷാ അല്ലാഹ് തുടങ്ങണോ തീർക്കണം. ആരെയും കാക്കണ്ട, ഒരു ഹോജരാജാവിനെയും കാക്കണ്ട. ഇവിടെ വന്നൂറും ഹോജരാജാവന്നെ, ഈ വരാത്തോ മാത്രമല്ല ഹോജരാജാവ്. ഇത് ഓന കാക്കുന്നല്ല, ഇത് ഓനത് കൊമ്പുണ്ട. വന്നവർക്ക് എന്ത് വിലയില്ല. ഇതിൽ മംഗലത്തിന്റെ പന്തലെല്ലാം കാണുന്നു. നോട്ടീസിലടിച്ചതിന് 10 മണി നിൽക്കാതെ, ഉസ്താദിന്റെ ഒരു ചെല്ലും 10 മണി, എല്ലാവരും ചെല്ലും 10 മണി. അവിടെ എല്ലാവരും കൂടുകയും ചെയ്തിന്. വയസ്സന്മാരും വന്നിന്, ആലിമുകൾ എല്ലാവരും വന്നു. അവസാനം നോക്കുമ്പോൾ 10:40, 11, 11:10 നിൽക്കാതെ നടക്കുന്നേ ഇല്ല. നഹി നഹി നഹിത്തോ നഹി ഇല്ല. എന്താ കേൾക്കുന്ന വിഷയം തെരഞ്ഞ എന്തേ പുതിയ വിളിക്കുന്നില്ലേ, കൈക്കാരെ ഇരിക്കുന്നില്ലേ കേൾക്കുമ്പോൾ ചെല്ലും തെരഞ്ഞ അളിയാൻ വന്നിട്ടില്ല. സ്വഭയോളം അവിടെ ഉണ്ടായോ മണ്ടന്റെ സൈഡിൽ പെങ്ങളെ മാപ്പിള. അവൻ ഈ നേരാകുമ്പോ മെല്ലെ സ്കൂട്ടതിനോട് എന്നെ കാക്കണയില്ല നോക്കാൻ. അളിയാൻ വന്നിട്ടില്ല. ഈ വന്നവർക്കൊന്നും വിലയില്ലേ? ഈ കാലിമാർക്കും ഈ തങ്ങന്മാർക്കും ഈ വയസ്സന്മാർക്കും ഈ നല്ലവരായ ബാലക്കാർക്കൊന്നും വിലന്നില്ലേ? മോന്റെ പെണ്ണ് കെട്ടിനേറ്റ് കൊമ്പത്ത് കയറിന അത്ര നേരം ആട് ബിരിയാണി ചെമ്പിന്റെ മണ്ടനെ ബെറോ ഇതാക്കുന്നുണ്ട്. ആ സമയമാകുമ്പോ മെല്ലെ ചാറി കാക്കണോ.
അങ്ങനെ അങ്ങനെ ആരും കാക്കണ്ട, ഏടേയും കാക്കണ്ട. സമയം വെക്കണം, സമയത്തെ തുടങ്ങണം, വേഗം തീർക്കണം. 4 ആളും മതി, 40 ആളും മതി. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ, ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദ്വാരന്നിട്ട് സലാത്ത് ചെല്ലുമ്പോൾ എല്ലാവരും നിങ്ങൾ പറഞ്ഞു, ഇപ്പല്ല പണിക്കേണ്ട, സലാത്ത് ചെല്ലുമ്പോൾ ചെറിയോറും വലിയോറും അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ തരി, ഇല്ലേ സാരമില്ല. അല്ലാഹു ബർക്കത്ത്. മാഷാ അല്ലാഹ്. ഞങ്ങളെ പ്രസിഡന്റ് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഒരു 500 രൂപ. അള്ളാഹു എന്നീ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും അവരുടെ കുടുംബത്തിനും നൽകണം തമ്പുരാനെ. അവർക്കൊക്കെ മുറാദ് ഹാസിലാക്കി കൊടുക്കണം തമ്പുരാനെ. അവരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണം തമ്പുരാനെ. ഒരു സ്ത്രീ ഉപ്പാന്റെ പേരിൽ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയിട്ട് 501 രൂപ തന്നതിന് സിദ്ദിഖ്. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സിദ്ദീഖിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉപ്പ അങ്ങനെ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും. ഞാൻ ഇന്നലെ ഒരു വോയിസ് കേട്ട്. നമ്മൾ ഈടെയത് ഈ പള്ളിയിൽ അതെ ഈ പള്ളിയിലാണ് നിങ്ങളെ വോയിസ്. ഒരു കാമിൽ സക്കാഫി ഉസ്താദ് ആത്തൂർ ലെക്ചറുണ്ട്. ഒരു പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട ഒരു സക്കാഫി ഉസ്താദ്, അബ്ദുൽ ഖാദർ സക്കാഫി ഉസ്താദ്, ഞങ്ങളെ ഈ പള്ളിയിൽ തന്നല്ലേ. ഈ പള്ളിയിൽ കുറച്ച് ദിവസം ടെമ്പററി ആയിട്ട് തത്കാലത്തിന് വന്ന ഒരു ഉസ്താദ് നിങ്ങൾ കേട്ടിട്ടെല്ലാം ഉണ്ടാവും. ഞാൻ ആത്തൂർ കുടുംബക്കാരിൽ എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് മരണപ്പെട്ട വാർത്ത. അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പരലോകം അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഹസനാത്തുകൾ അള്ളാഹു കബൂലാക്കട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു താല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും ഖൈറായ അജ്റും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. റഹ്മാനായ സയ്യിദായ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാ, നാഫിയായ ഇൽമാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള ആഫത്ത് മുസീബാത്ത് സീറ് കണ്ണീറുകളെ തൊട്ട് ഞങ്ങളെ നീ സലാമത്താക്കണം തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, ഞങ്ങളെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഞങ്ങളെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, ഞങ്ങളോട് ദ്വാരക്കണേ എന്ന് വസിയത്ത് പറഞ്ഞവർ, തിരിച്ചങ്ങോട്ട് വസിയത്ത് പറയപ്പെട്ടവർ, ഈ മജ്ലിസിൽ ഇരിക്കുന്നവർ, ഇവിടെയുള്ള ഉമ്മപങ്ങന്മാർ, ഈ പരിപാടിക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, നാട്ടുകാർ, മറുനാട്ടുകാർ, പ്രവാസികൾ, റഹ്മാനെ അവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, നിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് പോലെയുള്ള ദുരന്തങ്ങളെ തൊട്ട് നീ സലാമത്താക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള സിഹ്റ് കണ്ണേറുകളെ തൊട്ടും കാക്കണേ തമ്പുരാനെ. ജീവിതാന്ത്യം വരെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, ജീവിതാന്ത്യം വരെ ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിലായി, അതിന്റെ തഅല്ലുമിലായി, തഅലീമിലായി, തദ്രീസിലായി, അതിന്റെ ഇഖ്ലാസോടെയുള്ള വഅദിലായി, നസീഹത്തിലായി, കരകളഞ്ഞ ഈമാനിലായി ഞങ്ങൾ നീ ജീവിപ്പിച്ച് മരിപ്പിക്കണേ അല്ലാ. അവസാനം മരണം ഖൈറായി വരുമ്പോൾ കാമിലായ ഈമാനോട് സലാമത്താക്കണേ അല്ലാ. പല ഉദ്ദേശങ്ങളും പറഞ്ഞ്, പല രോഗങ്ങളും പറഞ്ഞ്, പല വിഷയങ്ങളും പറഞ്ഞ്, പല പ്രയാസങ്ങളും പറഞ്ഞ്, പല കടങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. മക്കളെ കാര്യം പറഞ്ഞ് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും മുറാദുകളെ ഹസിലാക്കണേ അല്ലാ, നിറവേറ്റി തരണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങളെ മാറ്റിത്തരണേ അല്ലാ. പടച്ചവനെ സ്വാലിഹീങ്ങളായ മക്കളതാ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആരോഗ്യമുള്ളവരാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. ചെയ്തുപോയ പാപങ്ങളെ കാരണമായി, വന്നുപോയ തെറ്റുകുറ്റങ്ങളെ കാരണമായി, ദുർനടപ്പിന്റെയും ദുസ്വഭാവത്തിന്റെയും കാരണമായി, അമലില്ലാത്തതിന്റെ കാരണമായി, നിന്നെ മറന്ന് ജീവിച്ചതിന്റെ കാരണമായി നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് അല്ലാ, നാണം കെടുത്തരുത് അല്ലാ, വഷളാക്കരുത് അല്ലാ, പരീക്ഷിക്കരുത് അല്ലാ, പരീക്ഷിക്കരുത് അല്ലാ.
ഒരുപാട് കടങ്ങളുണ്ട് റബ്ബേ, കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്. രണ്ടിനും നീ ഹലാലായ വഴി എളുപ്പമാക്കണം തമ്പുരാന്. അതിനുള്ള വഴി അവർക്ക് നീ തുറന്നു കൊടുക്കണം തമ്പുരാന്. അതിനുള്ള ബോധമിട്ട് കൊടുക്കണം തമ്പുരാന്. അക്കടപാട് വെച്ചിട്ട് മരിക്കേണ്ട ഗതികേട് വരുത്തരുത് അല്ലാ. സാധുക്കളാണ് ഞങ്ങൾ, ഇങ്ങനല്ലാതെ ദ്വാരക്കാൻ ഞങ്ങൾക്കറിയില്ല അല്ലാ. നീ റഹ്മാനാണ്, റഹീമാണ്. മരിച്ചുപോയി ഞങ്ങളെ ഉമ്മാക്ക്, ഞങ്ങളെ ബാപ്പാക്ക്, ഞങ്ങളെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവർക്ക്, എല്ലാ മൂമിനാത്തുകളുടെ അർവാഹുകളിലേക്ക്, വന്യരായ അസീസ് ഉസ്താദിന്റെ ഹളറത്തിലേക്ക് ഞങ്ങളോദിയ ഖുർആനിന്റെ, ഞങ്ങളെ ദുആയുടെ മിസ്ലു സവാബ്, അതിന്റെ കൂലി അവർക്ക് നീ എത്തിച്ചു കൊടുക്കണം തമ്പുരാന്. അവരുടെയും ഞങ്ങളുടെയും ഖബർ നീ സ്വർഗ്ഗപൂങ്കാവനമാക്കണം തമ്പുരാന്, വിശാലമാക്കണം തമ്പുരാന്. അവസാനം ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സലാമത്താക്കണേ അല്ലാഹ്. പടച്ചവനെ, വാഹനം ഓടിക്കുന്നവരാണ്, വാഹനത്തിൽ പോകുന്നവരാണ്, ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാഹ്. നിന്റെ ദീനിന് വലിയ നേതൃത്വം നൽകുന്ന ഞങ്ങൾ ആലിമീങ്ങള് ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ച നിന്റെ ആലിമീങ്ങള്, അവർക്ക് നീ ആഫിയത്തും ആയുസ്സും ഏറ്റുകൊടുക്ക റബ്ബേ, ആരോഗ്യം ഏറ്റുകൊടുക്ക റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ നാട്ടിലുള്ള ബാല്യക്കാരിൽ പലരും, ഞങ്ങളെ മക്കളിൽ പലരും, ഞങ്ങളെ ബാപ്പമാരിൽ പലരും, ഞങ്ങളെ ആങ്ങളമാരിൽ പലരും, ഞങ്ങളെ ജേട്ടനുജന്മാരിൽ പലരും, ഞങ്ങളെ ഭർത്താക്കന്മാരിൽ പലരും വിദേശത്താണ് റബ്ബ്, മറുനാട്ടിലാണല്ലോ, ഗൾഫ് രാജ്യങ്ങളിലാണ്, പ്രവാസികളാണ്. അവരെ ജോലികൾ നീ എളുപ്പമാക്കി കൊടുക്കണം തമ്പുരാന്. ഖൈറായ സന്തോഷമുള്ള ജോലി നീ അവർക്ക് എത്തിക്കണം തമ്പുരാന്. ഉള്ള ജോലിയിൽ നീ ബർക്കത്തും എളുപ്പവും നൽകണം തമ്പുരാന്. അവരുടെ കൂട്ടായ്മകളിൽ നീ ഖൈർ നൽകണം തമ്പുരാന്. اللهم اعزنا اعز المسلمين والمسلمات اللهم اعزنا اعز امة محمدين വർഗച്ചല്ലണം اللهم ارحمنا وارحم امة محمدين വർഗച്ചല്ലണം اللهم اغفر لنا واغفر لأمة محمدين اللهم استرنا واستر عن أمة محمدين اللهم عافنا عاف أمة محمدين اللهم أعزنا أعز أمة محمدين اللهم أهلك أعداءنا وأعداء أمة محمدين اللهم أد ديوننا وديون من نويناهم وديون من نويناهم وديون من نويناهم وديون أمة محمدين اللهم التف بنا والتف بأمة محمدين اللهم اجمع بيننا وبين المسلمين في دارك دار الأمان مع نبينا محمد صلى الله عليه وسلم. ما شاء الله. ഞങ്ങളെ നല്ല അതോടെ സൗണ്ട് കേൾക്കുന്നത് ഞങ്ങളെ ഈ മജ്ലിസിന് നല്ല സൗണ്ടും കാര്യങ്ങളെല്ലാം സെറ്റാക്കി തന്നിട്ട് ഈ പരിപാടി ചന്തമാക്കാൻ സഹകരിച്ച ഞങ്ങളെ ഓപ്പറേറ്റർ റഫീഖ്, അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടി നല്ല ക്ലാരിറ്റിയിൽ നല്ല ക്ലിയർ ആയിട്ട് ആവശ്യമുള്ളവർക്ക് കാണാനും നോക്കാനും കേൾക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത ഞങ്ങളെ ലൈവിൻ്റെ റസാക്കിനെ പോലെയുള്ളവരും എൻ്റെ ബാക്കിൽ നിന്നുള്ളവരും അള്ളാഹു താല അവർക്കൊക്കെ ഹൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അവരുടെ ജോലിയിലും കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിലുള്ളവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. നല്ല ക്ലിയർ അല്ലേ? ഇല്ലേ? വേണ്ടിയവർക്ക് നോക്കണമെങ്കിൽ ഇല്ലേ? ഇല്ലേ? ലൈവിൻ്റെ ആൾ ഇങ്ങോട്ടൊക്കെ ഇല്ലുമോ? അല്ല, ചില ആൾക്കാരെ ലൈവിൽ പിറ്റേന്ന് ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരുന്നത് ആര് പ്രസംഗിക്കുന്നതെന്ന്. ബണ്ണി 4000 രൂപ വീക്കൊണ്ടും പോയിട്ട് അല്ല, നിൻ്റെതല്ല, ചില കണക്കാനേണ്ടത്. ഏതോ ആട്ടെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എപ്പോഴും ദുആരക്കുമ്പോൾ ആ ദുആയിൽ ഞങ്ങളെല്ലാവരും കൂട്ടിക്കോളി, എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർത്തോളി. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആയിൽ നിങ്ങളും ഉണ്ടാവും. അള്ളാഹു സ്വാലിഹീങ്ങളുടെ ദുആയിൽ
ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആയിൽ എപ്പോഴും നിങ്ങളും ഉണ്ടാവും. അള്ളാഹു സ്വാലിഹീങ്ങളുടെ ദുആയിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഈ പരിപാടിക്ക്, ഈ ആത്മീയ മജ്ലിസിന്, ഈ ദുആ മജ്ലിസിന്, ഈ വയലിൻ്റെ മജ്ലിസിന് നേരത്തെ വന്നവരാണ് ഞങ്ങളെ ഉമ്മ പെങ്ങന്മാർ. ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അവർക്കുണ്ട്. പല ഉമ്മമാർ പെങ്ങന്മാരെ കയ്യിലും പൈതങ്ങളും കുഞ്ഞുങ്ങളും ഉണ്ട്. മാത്രമല്ല ഇനിയും പോയിട്ട് പല ഒരുപാട് ജോലികളും കാര്യങ്ങളും ബാക്കിയുള്ളവരും കൂടിയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് സന്തോഷേറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ തടി റാഹത്ത് കൊടുക്കട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും വരും. കയ്യിൽ പൈസ ഉള്ളോറും പൈസ ഇല്ലാത്തോറും, ചെറിയോറും വലിയോറും, തലയിൽ ഇരുന്നോറും ഈടെ ഇരുന്നോറും, നിന്നിട്ടുള്ള സിദ്ദീഖ് എല്ലാവരും വരും. കയ്യിൽ പൈസ എല്ലാവരും. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ. നമുക്ക് നേർവഴിയുന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ച ബഹുമാന്യരായ ഹനീഫ് നിസാമി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മോട് പ്രവാചക ജീവിതത്തിലെ മാതൃകൾ എന്ന വിഷയത്തിൽ അഭിവന്ദനായ കാട്ടിപ്പാറ ഉസ്താദ് സംസാരിക്കുന്നു. എല്ലാവരും കൃത്യസമയത്ത് ചേരുക.